ബിഫോർ ഓൾ ദ ലേബിൾസ് ആരായിരുന്നു ഫേവർ ഫ്രാൻസിസ്? ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. വേരിഡ് ഇൻട്രസ്റ്റ് ഫ്രം സ്പോർട്സ് ടു സിനിമ, എല്ലാത്തിലും എനിക്ക് താല്പര്യം. പക്ഷെ ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയും. നമ്മളെല്ലാം ചെയ്യും, പക്ഷെ ഒന്നും ശരിയാവില്ല എന്നുള്ള പോലത്തെ ഒരാളാണ്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ വി ഫൈൻഡ് ദാറ്റ് ഇന്നർ ലെജൻഡ്. ശരിക്കും എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റും. ഒരു ബ്രാൻഡ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ സാറ് കാണുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്തെങ്കിലും? എനിക്കൊരു ബ്രാൻഡ് കൺസൾട്ടന്റ് എന്ന് പറയാൻ തന്നെ സത്യത്തിൽ പേടിയാണ്. സൽമാൻ ഖാൻ ഇന്നേ വരെ 50 രൂപയുടെ ജെറ്റിയുടെ പാക്കറ്റിൽ അയാളുടെ പടം വെച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാവില്ല. ടൂത്ത് പേസ്റ്റ് ഇറക്കണം എന്ന് പറഞ്ഞ ഏജൻസീനെ വിളിച്ചപ്പോൾ അപ്പോൾ ഒരു പറഞ്ഞു ടൂത്ത് പേസ്റ്റ് ഇറക്കിയാൽ അത് ആൾക്കാർ വാങ്ങിക്കില്ല എന്ന്. അപ്പോൾ കഴ്സൺ വൈസ് സെഡ് ദാറ്റ് നിങ്ങൾ ട്രയൽ. അങ്ങനെ ഇവർ ട്രയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് 50 പേർക്ക് ഇത് ഏതിന്റെ ടൂത്ത് പേസ്റ്റ് ആണെന്ന് പറയാതെ കൊടുത്തു. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏജൻസിക്കാർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങളുടെ ബ്രാൻഡ് സക്സസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് ഇറക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സേസ് ദാറ്റ് ഞാൻ ടൂത്ത് പേസ്റ്റ് ഇറക്കുന്നില്ല. അപ്പോൾ ഇവരാകെ അന്തം വിട്ടുപോയി. അപ്പോൾ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ ചെലവില്ല എന്നേ ഉള്ളൂ. ഈ ആലോചിക്കുന്ന ആൾക്ക് പൈസ കൊടുക്കണം നമ്മൾ, അതിൽ സംശയമൊന്നും വേണ്ട. ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അവർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു അടിപൊളി മനുഷ്യനാണ്. ഹീ ഈസ് എ ബ്രാൻഡ് കൺസൾട്ടൻറ്റ്, കോൺസെപ്റ്റർ, മീഡിയ എഡ്യൂക്കേറ്റർ, കോപ്പി റൈറ്റർ, ആക്ടർ, but most importantly a very good human being. I wholeheartedly welcome Favour Francis sir. Thank you. Welcome to the show sir. Before all the labels, before a media educator, before a conceptor, അല്ലെങ്കിൽ before a brand consultant, right? ആരായിരുന്നു ഫേവർ ഫ്രാൻസിസ്? ഫേവർ ഫ്രാൻസിസ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മൈ ഫാദർ വാസ് എ ടീച്ചർ. അപ്പോൾ പുള്ളി ഈസ് ഓൾസോ എ പോയറ്റ്. പുള്ളി നന്നായി കവിത എഴുതുന്ന ഒരാളാണ്. കവിത എഴുതുകയെന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റേ അപ്പൻ്റെ പുസ്തകങ്ങൾ DC ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്ത്, ഇപ്പോൾ മരിച്ചതിന് ശേഷം സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പക്ഷേ മറ്റുള്ളവർക്കൊക്കെ നമുക്ക് കിട്ടിയൊരു എഡ്ജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരുന്നത് അങ്ങനെ ഒരു ഫാമിലി ഓഫ് റൈറ്റേഴ്സ്, അങ്ങനെ ആൾക്കാരാണ്. പിന്നെ അഡ്വർടൈസിങ് ആണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിരുന്നൊരു ജോലി. ഇപ്പോൾ കൊലത്തൊഴിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഞാൻ വീട്ടിൽ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് ഈ കോപ്പി, കോൺസെപ്റ്റ്, ക്ലയൻറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ദേ ആർ ഇൻ ടു ബിസിനസ് ഓൾസോ. ഞാൻ ആ വഴിക്കൊന്നുമല്ല പോയത്. പക്ഷെ സംഭവം ഈ എൻ്റെ നമ്മൾ ഇത് ഭയങ്കര ഫെമിലിയർ ഏരിയ ആണ്. പിന്നെ എഴുത്ത് നമുക്കുണ്ട്. പോയട്രിയോടുള്ളൊരു ഇഷ്ടമാണ് സത്യത്തിൽ എന്നെ ഒരു കോപ്പിയിലേക്കൊക്കെ എത്തിക്കുന്നത്. ബിക്കോസ് ഐ റൈറ്റ്. ആരായിരുന്നു ഫേവർ ഫ്രാൻസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര എന്താണ് പറയുക, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. എനിക്ക് കുറേ കഴിവുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്താൽ ശരിയാവുമോ? പിന്നെ വേരിഡ് ഇൻട്രസ്റ്റ് ഫ്രം സ്പോർട്സ് ടു സിനിമ, എല്ലാത്തിലും എനിക്ക് താല്പര്യം. പക്ഷെ ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് പറയും. നമ്മളെല്ലാം ചെയ്യും, പക്ഷെ ഒന്നും ശരിയാവില്ല എന്നുള്ള പോലത്തെ ഒരാൾ. അപ്പം ശരിയാവും. ഇപ്പോൾ പുറത്ത് പറഞ്ഞ നാണക്കേട്, ഞാൻ വരയ്ക്കും, എഴുതും, അഭിനയിക്കും, ഇതൊക്കെ, പിന്നെ ക്രിക്കറ്റ് കളിക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഈ ജാക്ക് ഓഫ് ഒന്നിലും ഒരു സൂപ്പർമാൻ അല്ല എന്നുള്ള പോലെ. അപ്പം അതിൻ്റെതായിട്ടുള്ള സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ വി ഫൈൻഡ് ദാറ്റ് ഇന്നർ ലെജൻഡ്. ശരിക്കും എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റും, അത് കോൺസെപ്റ്റ്സ് ഉണ്ടാക്കല, ഒരു ഐഡിയ ഉണ്ടാക്കല. ആ ഐഡിയനെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതൊക്കെ മനസ്സിലാക്കുന്നത് വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ആ ഒരു ഇവോൾവിങ് പ്രോസസ് ഈസ് ദർ. അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാദറും എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെയാണ്. ബിക്കോസ് ഈവൻ മൈ മദർ ഷി വാസ് വിത്ത് ഗവൺമെൻറ്. അപ്പോൾ അവരും കുറേ അധികം വായിക്കുന്ന ഒരാളാണ്. ബ്രദർ ഈസ് എൻ എഞ്ചിനീയർ, പക്ഷേ ഹീസ് എ പോയറ്റ് ഓൾസോ. അപ്പോൾ ഇവരൊക്കെ ആ എഴുതിയതൊക്കെ കണ്ടിട്ടുള്ള അവരുടെ ആ താഴെയുള്ള ആളെന്നുള്ള നിലയിൽ നമ്മളിത് കാണുന്നു. അപ്പോൾ അവർ ഫിലിം സൊസൈറ്റിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളും സിനിമ കാണാൻ തുടങ്ങുന്നു. അങ്ങനെ ദാറ്റ്സ് ഹൗ ഐ ഡെവലപ്ഡ് ആസ് എ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടും അതൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഐ ഗോട്ട് എ പെർഫെക്റ്റ് ഫാമിലി സെറ്റിംഗ് ഫോർ ദാറ്റ്. അവർ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആരും നമ്മളോട് ഇത് ചെയ്യാനൊന്നും പറയില്ല. പക്ഷേ നിങ്ങൾ അവിടെയാണല്ലോ ജീവിക്കുന്നത്, അപ്പോൾ നമ്മൾ തന്നെ ചെയ്തു പോകുന്നുള്ളതാണ്. ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, പല ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ യു ഹാവ് ടു ബി റിയലി ഗിഫ്റ്റഡ് ഇഫ് യു വോണ്ട് ടു ബി ക്രിയേറ്റീവ്. അങ്ങനത്തെ ഒരു നോഷൻ എല്ലാവർക്കും ഉണ്ട്, ഒരു ചിന്താഗതി ഉണ്ട്. അപ്പം സാറിൻ്റെ ആ ഒരു ദ വേ യു വെയർ ബ്രോട്ട് അപ്പ്, അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. സോ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോൾ പൊതുവേ ഒരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യാം, നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടണമെങ്കിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒരാൾക്ക് വേണ്ടത്, എങ്ങനെയാണ് അതിന് ഒരു അപ്രോച്ച് ചെയ്യേണ്ടത്? ഇഫ് ഐ വോണ്ട് ടു ഹാവ് എ ഗുഡ് ഐഡിയ ഫോർ സേ ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആയിക്കോട്ടെ, സ്കൂളിൽ നമുക്കൊരു സിമ്പിൾ പ്രോജക്റ്റ് ആയിക്കോട്ടെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട്? ഫസ്റ്റ് തിങ് ഈസ് ഒബ്സർവേഷൻ ആണ്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സപ്പോസ് ഐ വാണ്ട് ടു വർക്ക് ഓൺ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പ്രോജക്റ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്.
ഇട്ട് എക്സ്പീരിയൻസ്. ആ പോകുമ്പോൾ നിങ്ങൾ അവിടെ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു നെയിം ചെയ്യണം. നെയിം ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള പ്രോസസ്സ് എന്താണെങ്കിൽ, നിങ്ങളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പോയി കാണുന്ന ഒരു 10-20 കാര്യങ്ങളുടെ പേര് നിങ്ങൾ എഴുതി വെക്കുക, വാക്കുകൾ. അപ്പോൾ അത് ഇഡ്ഡലി ഉണ്ടാവും, ദോശ ഉണ്ടാവും, കാപ്പി ഉണ്ടാവും, അല്ലേ, ടംബ്ലേഴ്സ് ഉണ്ടാവും, ഇല ഉണ്ടാവും. ഈ എഴുതുന്നതിനാണ് നമ്മൾ ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഇവന്റ് കമ്പനിക്ക് നിങ്ങൾ പേരിടണം, അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ ചെയ്യണം കഴിയുമ്പോൾ നിങ്ങളൊരു ഇവന്റിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാണും? മേ ബി ദ ഫസ്റ്റ് തിങ് യു സീ ഈസ് ഒരു ആർച്ച് ഓഫ് ബലൂൺസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഷേപ്പായിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കാൻഡിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബോട്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങളെയും നമുക്ക് ആ വിഷ്വൽസ് എടുക്കാൻ പറ്റും, ആ വേർഡ്സ് കൊടുക്കാൻ പറ്റും. ദെൻ അവിടെ നിന്നാണ് നമ്മൾ ഈ ഐഡിയാസ് ഉണ്ടാക്കുന്നത്. അതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇതൊരു ഇവോൾവിങ് പ്രോസസ്സാണ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം. അത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ഗിഫ്റ്റഡ് അല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഇത് ശരിക്കും ഒരു എക്സസൈസ് കൂടെ, ലേണിംഗ് തന്നെയാണ് ശരിക്കും. ദിസ് വേ ഓഫ് ഡൂയിങ് തിങ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോന്നിനെയും അങ്ങനെ തന്നെ കാണണം. ഇവിടെ എന്താണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന പ്രോജക്റ്റ് എന്താ, ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്, വാക്കുകൾ ഏതാണ്, സ്ഥലങ്ങൾ ഏതാണ്. അപ്പം അങ്ങനെയല്ലേ നിങ്ങൾ ഒരു പ്രോജക്റ്റിന് ചിലപ്പോൾ അതിൻ്റെ പ്ലേസിനായിരിക്കും പ്രോമിനൻസ്, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യൂസിനായിരിക്കും പ്രോമിനൻസ്, ചിലപ്പോൾ ഇത് നടത്തുന്ന ആൾക്കായിരിക്കും പ്രോമിനൻസ്, അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയായിരിക്കും പേരിടുക, അയാളുടെ പേര്. അങ്ങനെ അതെന്താന്ന് നിങ്ങൾ ലേൺ ചെയ്യാൻ. അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചൊരു തപസ്സിൽ അല്ലെങ്കിൽ ബോൾ ഫ്രം ദ ബ്ലൂ പോലെ വരുന്ന ഒരു പേരൊന്നല്ല. നമ്മൾ വി മേ ബി ഗിഫ്റ്റഡ്, വി ആർ ഓൾ ഗിഫ്റ്റഡ് ഇൻ സം വേ ഓർ അതർ. അതിൽ സംശയമൊന്നും വേണ്ട. നിനക്കുള്ള കഴിവായിരിക്കില്ല എനിക്കുണ്ടാവുക എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും ലോകത്തിലില്ല. അവരുടെ ആ കഴിവുകൾ റിലേറ്റീവ് ആണ്. നമുക്ക് നല്ലത് പൊട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അയാൾക്ക് ഇഷ്ടം, ചിലപ്പോൾ അവരെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് ഇറ്റ്സ് ഓൾ റിലേറ്റീവ്. ഇത് അങ്ങനെ ഭയങ്കര കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് യു ക്യാൻ ഡെവലപ്പ് ഇറ്റ്. ഞാൻ പറയുന്നത് ലേണിംഗ് ഈസ് എ ബിഗ് തിങ്. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെ കാര്യം. ഇപ്പം നമ്മൾ ഭാഷ പഠിച്ചതല്ലേ. അപ്പോൾ നമ്മൾ എന്താ, മലയാളം നമ്മൾ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. മലയാളം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് വീട്ടിൽ കേൾക്കുന്നതാണ്. അമ്മ എന്ന് വിളിക്കാനും അച്ഛൻ വിളിക്കാനൊന്നും ആരും പഠിപ്പിക്കണ്ട. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചതല്ലേ. മലയാളം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മലയാളം നമ്മുടെ മദർ ടങ് ആണ്. നമ്മൾ അമ്മയെ വിളിക്കുന്നു, അച്ഛ വിളിക്കുന്നു, പാപ്പം എന്ന് പറയുന്നു, അല്ലേ, കരയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇവർ. പക്ഷെ അതേസമയം നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് തന്നെയല്ലേ സംസാരിക്കും, ഹിന്ദി പഠിച്ചിട്ടല്ലേ സംസാരിക്കും. അപ്പൊ ലേണിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പഠിക്കുമ്പോൾ നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നില്ലേ, നിങ്ങൾ ജനിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന, അല്ലെങ്കിൽ കാർ ഓടിക്കാൻ അറിയും. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളൊരു അഡ്വർടൈസിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ലേൺ ചെയ്യാൻ. ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ട് എല്ലാവരും ഒരുപോലെ ഡ്രൈവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പലരും പല രീതിയിൽ ഇപ്പോഴും റാഷ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ അതിൽ ഡ്രൈവിങ്ങിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അതിലും രസമായിട്ട് വണ്ടി ഓടിക്കുന്നത്. ദേ മേ ബിക്കം ഫോർമുല 1 ഡ്രൈവേഴ്സ് ആവാം. അപ്പോൾ പഠിക്കുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടർ തന്നെ. ഐ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ എഡ്യൂക്കേഷൻ. അതിപ്പോൾ ക്രിയേറ്റീവ് ഫീൽഡിലാണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും ഈവൻ തോട്ട് പ്രോസസ് വരെ നിങ്ങൾക്ക് ഹൗ ടു തിങ്ക് എന്ന് പഠിക്കാൻ പറ്റും. ഏത് വഴിക്ക് പോവാം, അതിനെങ്ങനെ റൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് കുറേ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ സ്ട്രീം ലൈൻ ചെയ്യാം. അതൊക്കെ പഠിക്കുക തന്നെ വേണം. അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഞാൻ എപ്പോഴും അതിനെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരാളാണ്. സോ ക്രിയേറ്റിവിറ്റി ഈസ് ബേസിക്കലി എ സ്കിൽ ആൻഡ് നോട്ട് ജസ്റ്റ് എ ടാലന്റ്. അത് നമ്മൾ ജന്മന ഇപ്പോൾ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ ചിലപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ദേ ട്രെയിൻ ദെംസെൽവ്സ്. ഓരോ ആക്ടറും നമ്മളറിയാതെയും അറിഞ്ഞിട്ടും അവർ ചിലപ്പോൾ ചില വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ സ്വയം കണ്ണടയുടെ മുന്നിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ, ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പല രീതിയിൽ പറഞ്ഞിട്ടും പ്രിപ്പയർ ചെയ്തിട്ട് ദേ ട്രെയിൻ ദെംസെൽവ്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ല, പക്ഷെ അവർ ആ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. ലേണിംഗ് നെവർ സ്റ്റോപ്സ് എന്ന് പറയുന്ന ആൾ ഞാൻ. അത് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ തന്നെയാണ് നമ്മൾ ഡെവലപ്ഡ് ആവുള്ളൂ. ഇപ്പം എന്താണെങ്കിൽ ഇപ്പം ഞാൻ ഐ എം 52 years old. അപ്പം എൻ്റെ 25ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ കാണുന്നത്. 25ാമത്തെ വയസ്സിൽ. ഞാനിപ്പോൾ ജീവിക്കുന്നത് ഈ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ്. അപ്പം ഞാൻ പഠിച്ചത് തന്നെയല്ലേ കമ്പ്യൂട്ടർ. എനിക്ക് അറിയാവുന്നില്ല. ഇപ്പോൾ എൻ്റെ ഐ തിങ്ക് 28, 29 പ്രായമാകുമ്പോഴാണ് ഞാനൊരു മൊബൈൽ ഫോൺ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതെനിക്കറിയാം. അപ്പോൾ വാട്സപ്പിന് മുമ്പ് നമ്മൾ ജീവിച്ചിട്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വീട്ടിൽ ആദ്യമായിട്ട് TV വാങ്ങിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, യൂസ് ചെയ്തിട്ടുള്ള കാര്യം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ലേണിംഗ് എന്നുള്ള സാധനം ഇറ്റ്സ് പാർട്ട് ഓഫ്. നിങ്ങൾ ലേണിംഗ് അല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ലേണിംഗ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ കുക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സിസ്റ്റർ, അവരിത് പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും അല്ല പോയി പഠിക്കുന്നത്. പക്ഷെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. അത് പഠിച്ചാൽ ഇനി സാമ്പാറാവുള്ളൂ എന്നുള്ളതാണ് കാര്യം. അതിൽ ആദ്യം എന്ത് ഇടണം, രണ്ടാമത് എന്ത് ഇടണം, മൂന്നാമത് എന്ത് ഇടണം, എത്ര നേരം വേവിക്കണം, എത്ര വെള്ളം ഒഴിക്കണം. ആക്ച്വലി ഇത് ഈ കുക്കറി ഷോസ് ആർ ആക്ച്വലി എന്താണ്, അത് ഇൻഫർമേഷൻ പ്രോഗ്രാംസ് ആണ്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എഴുതിയെടുത്ത നിങ്ങളുടെ വീട്ടിലൊക്കെ അറിയാതെ പഠിച്ച ഒരു കാര്യം ഈ കുക്കറി ഷോസ് നോക്കിയിട്ടായിരിക്കും. കൃത്യമായിട്ട് നോട്ട് എഴുതുന്ന പോലെ എഴുതിയിട്ട് പഠിച്ചത്. ലേണിംഗ് എല്ലായിടത്തും ഉണ്ട്. അത് ലോകത്തിലെല്ലായിടത്തും ലേണിംഗ് ഉണ്ട്. ബസ് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാരാണല്ലോ ബസ് ഓടിക്കുന്നത്. നമ്മളെ ഇന്നത്തെ പോസ്റ്റർ സാറ് ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയില്ല, ബിഗ് സീറോ, അത് സാറിന് ഐഡിയ അതാണ് ഞാൻ തന്നെയാ പറഞ്ഞത്. ഐ വാണ്ട് ടു, എന്താണെന്നറിയോ ബിഗ് സീറോ എന്നുള്ള പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എല്ലാവരും വിചാരിക്കുന്നത് അഡ്വർടൈസിങ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് മണി, ക്രോസ് സ്പെൻഡ് ചെയ്തിട്ട് ഇതൊക്കെ വേണം നമുക്ക്. പക്ഷെ ഇറ്റ്സ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് ഒരു സിമ്പിൾ തോട്ട് ഉണ്ടായിരിക്കും. ഐഡിയക്ക് പൈസയുടെ ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ കോൺസെപ്റ്റ്സ് ഉണ്ടാക്കാൻ പൈസ ആവശ്യമില്ല. ഇപ്പം ഞാൻ പലരും ഇങ്ങനെ പലപ്പോഴും തമാശയായിട്ട് ഇങ്ങനെ പറയും, ഇപ്പോൾ വെൻ ഫിലിം മേക്കേഴ്സ് അവർ പോയിട്ട് ഇങ്ങനെ ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തിട്ട് എഴുതുന്നു, ഏകാഗ്രത വേണം. പിന്നെ ചിലർ മറ്റേ ഇങ്ങനെ വലിയ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പം ഞാൻ പല സ്ക്രിപ്റ്റുകൾ എഴുതിയിരിക്കുന്നത്, വൺ ഓഫ് മൈ ബെസ്റ്റ് ആർട്സ് ഈസ് ഫോർ ഫാമിലി വെഡ്ഡിങ് സെൻറ്റേഴ്സ്. അപ്പോൾ അത് ഞാൻ എഴുതുന്നത് എൻ്റെ ഫാദർ ഇൻ ലോൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരുന്നിട്ട്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ റൈറ്റ് എ സ്ക്രിപ്റ്റ്. അത് ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരിക്കുമ്പോൾ ഐ വാസ് റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ് വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു 9 മണിയുടെ ഉള്ളിൽ ആ സ്ക്രിപ്റ്റിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്ക്രിപ്റ്റ് അയക്കുന്നത് ആഫ്റ്റർ 11. എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഡോക്ടർ റൗണ്ട്സിന് വന്നു, ഫാദർ ലോനെ ചെക്ക് ചെയ്തു, മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു, ബിൽസ് കൊടുക്കാനുണ്ടായിരുന്നു, എക്സ്റേ, അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് 25 ഭാഗം എഴുതിയിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മണിയോ, അപ്പം മറ്റേ വേണമെങ്കിൽ ഐ ക്യാൻ ഹാവ് ഒരു പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ട്, കോടികൾ ഉള്ള പ്രൊഡ്യൂസർമാരാണല്ലോ, അവരോട് പറഞ്ഞിട്ട് നമുക്കൊരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇരുന്നിട്ട് ഇതേ സാധനം എഴുതാം. എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് ആലോചിക്കുക എന്നുള്ളത്, അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ചിന്ത, അതിനൊരു പണച്ചെലവുമില്ല. ആ ചിന്തേനെ പിന്നെ നിങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പണത്തിന് വലിയൊരു പങ്കുണ്ട്. അത് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ഷാരൂഖ് ഖാനിനെ പോവാം. അപ്പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈജുവിനെ വെച്ചിട്ട് ചെയ്താൽ മതി വെച്ചാൽ ബൈജുവിനെ വെച്ചിട്ട് ചെയ്യാം. രണ്ടും ഒരേ പരസ്യം തന്നെയാവും. പക്ഷെ അത് ഇറ്റ് ഇൻവോൾവ്സ് യുവർ മണി. ഇവർ രണ്ടുപേരും നല്ല നടന്മാരാണ്. ആ രണ്ടുപേരുടെയും ഓഡിയൻസ് വ്യത്യാസം ഉണ്ടാവും. അത് ടേസ്റ്റ്, എൻ്റെ കാറ്റർ ചെയ്യുന്ന ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ യു ക്യാൻ, ദാറ്റ്സ് ആ ഡിസിഷൻ വരുന്നത് പൈസയുടെ തന്നെ, നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഓഡിയൻസ് എന്താണെന്നൊക്കെ ഉള്ളത്. ഒരുപാട് മാർക്കറ്റേഴ്സ് തന്നെ ഒരുപാട് ക്യാമ്പയിൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ROI ജനറേറ്റ് ചെയ്യണമെന്ന്. ഇപ്പം സീറോ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും ഇഫ് ഐ എം സ്പെൻഡിങ് സേ 10 to 12 hours ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്യാമ്പയിൻ, അവിടെ അത് ഫ്രീ അല്ലല്ലോ ഇൻ എ വേ. അത് ഫ്രീ അല്ല. ഞാൻ പറഞ്ഞില്ല, ഈ ക്യാമ്പയിന് നമ്മൾ ഞാൻ പറഞ്ഞ ആലോചിക്കാൻ ചെലവില്ല എന്നേ ഉള്ളൂ. ഈ ആലോചിക്കുന്ന ആൾക്ക് പൈസ കൊടുക്കണം നമ്മൾ, അതിൽ സംശയമൊന്നും വേണ്ട. ആലോചിക്കാനായിട്ട് ചെലവ്, എക്സിക്യൂഷന്റെ ചെലവ് അതിനില്ല എന്നല്ലോ. സീറോ ബഡ്ജറ്റ് ഞാൻ പറയുന്നത്, ഐ പർപ്പസ്ഫുള്ളി പുട്ട് ദ കോൺസെപ്റ്റ്, മറ്റേ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ പേരിട്ടത് മറ്റേ ബിഗ് സീറോ എന്ന് പറയുന്നത് ആർട്ട് ഓഫ് എന്താണ് ക്രിയേറ്റിംഗ് കോൺസെപ്റ്റ്സ് ഓൺ സീറോ ബഡ്ജറ്റ്, നോട്ട് ആർട്ട് ഓഫ് മേക്കിംഗ് ആഡ് ഫിലിംസ് ഓൺ സീറോ ബഡ്ജറ്റ് എന്നല്ല, അല്ലെങ്കിൽ ആർട്ട് ഓഫ് മേക്കിംഗ് ക്യാമ്പയിൻസ് ഓൺ സീറോ ബഡ്ജറ്റ്. സീറോ ബഡ്ജറ്റിൽ കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം, ആ സീറോ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ കോൺസെപ്റ്റ് ആരും നിങ്ങൾക്ക് വെറുതെ തരാനൊന്നും പോകുന്നില്ല. ആ ഉണ്ടാക്കാനുള്ള പണിയാണല്ലോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ. അവർക്ക് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് കാര്യം. അവരത് സെല്ല് ചെയ്യേണ്ടത് അവരുടെ പണിയാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഈ സീറോ എന്നുള്ളത് കോൺസെപ്റ്റിന്റെ ചാർജ് അല്ല. സാറ് നേരത്തെ പറഞ്ഞപ്പം വിൻസെന്റ് വാൻ ഗോഗിന്റെ കഥ എനിക്ക് ഓർമ്മയാണ്. പുള്ളി സ്റ്റാറി നൈറ്റ്സ് വരച്ചത് ജയിലിലെ അകത്തായിരുന്നു. സോ ഇറ്റ് ഈസ് ട്രൂ, ലൈക്ക് യു നോ, ഇഫ് യു വാണ്ട് ടു റൈറ്റ്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ഗുഡ് ഐഡിയ, യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം എനിവേ. അത്രേ ഉള്ളൂ. അത് ഇപ്പം എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ തമാശക്ക് പറയുന്നത്, നമ്മൾ ബാത്റൂമിൽ ഇരുന്നിട്ടൊക്കെയാവും കൂടുതൽ ആലോചിക്കുന്നത്. അതിന്റെ കാരണം അവിടെയാണല്ലോ നമ്മൾ ഏറ്റവും അധികം ഒറ്റയ്ക്കാവുന്ന ഒരു സമയം. പിന്നെ ഐ യൂസ് ടു വാക്ക്, ഇങ്ങനെ നടക്കും മറ്റേ മോർണിംഗിലൊക്കെ. അപ്പോൾ ഈ ഒറ്റയ്ക്ക് നടക്കുകയാണ്, ഞാൻ ആരോടും സംസാരിക്കുക. ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഈ ആലോചനയ്ക്ക് വേറെ ഒരു ബാധ്യതയില്ല. പക്ഷേ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ആൻ ഈസി പ്രോസസ്. ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ട്, ഇതിൽ ലാൻഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന് വേറെ ചിലവൊന്നുമില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിലവാണ്.
സോ സീറോ ബഡ്ജറ്റ് വെച്ച് നമുക്കൊരു നല്ലൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എന്തിനാണ് ആ പൈസയുടെ പിന്നാലെ പോകുന്നത്, ലൈക്ക് ബിഗ് പ്രൊഡക്ഷൻസിന്റെ പിന്നാലെ അത് പോകുന്നത്. വേണം. അതെന്താണെന്നറിയോ, ഒരു ദിസ് ഈസ് എ വിഷ്വൽ തിങ്. ശരിക്കും വിഷ്വലി അപ്പീലിംഗ് ആവുക എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ഈ സിനിമയാണെങ്കിലും ആഡ് ഫിലിംസ് ആണെങ്കിലും ഇത് ശരിക്കും 50% സയൻസും 50% ആർട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ ഗുഡ് കോൺസെപ്റ്റ്, നല്ല കോൺസെപ്റ്റ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല ആക്ടേഴ്സും ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഒരു മോശം ക്യാമറയിൽ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കാര്യം ആലോചിച്ച് നോക്കുന്നു. അത് നിങ്ങൾക്കിപ്പോൾ ഒരു ഹൈ റെസൊല്യൂഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഭയങ്കര നോയ്സി ആയിട്ടുള്ള, ഒട്ടും സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത, അപ്പോൾ അത് സയൻസാണ്. അവിടെ വി നീഡ് മണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാൽ തിരിച്ചു ആലോചിക്കാം. നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയിലുള്ള ക്യാമറ ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല ഫിലിം ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ യു നീഡ് ആർട്ട് അപ്പുറത്ത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ പോകണം. എന്താണെങ്കിലും പൈസ എന്നുള്ള ഫാക്ടർ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, യു ക്യാൻ ചൂസ് ബെറ്റർ ആക്ടേഴ്സ്. കൂടുതൽ പൈസ കൊടുത്താൽ ചിലപ്പോൾ കൂടുതൽ നല്ല ആക്ടേഴ്സിനെ കിട്ടും. കുറവ് പൈസയ്ക്കും അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടില്ല എന്നല്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ലല്ലോ ഒരു അലക്സ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെഡ് എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോഴുണ്ടാവും. അത് യു ക്യാൻ ഫീൽ ദറ്റ് ആ ഡിഫറൻസ് ഇൻ ക്വാളിറ്റി. പക്ഷെ ഐഡിയ എന്നുള്ള സാധനം നിങ്ങൾക്ക് ഫോണിലും വേണമെങ്കിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അത് പേപ്പറിലും എഴുതി, ഇനിയിപ്പോൾ എഴുതിയില്ലെങ്കിലും യു ക്യാൻ ക്രിയേറ്റ് ഓപ്സം മൂവീസ്. ഇപ്പോൾ എത്രയോ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാത്ത ഫിലിം മേക്കേഴ്സ് നല്ല ഫിലിം ചെയ്യുന്നുണ്ടാവും. അവർക്ക് ദേ ഹാവ് ദറ്റ് ഐഡിയ ഇൻ ദയർ മൈൻഡ്. അതിന് വേറെ പണച്ചെലവൊന്നുമില്ല. സാറ് ഇതിനു മുമ്പ് മീഡിയ എഡ്യൂക്കേറ്റർ ആയിരുന്നല്ലോ. സോ ഇന്ന് സാറ് സെഷനിൽ ഇന്നർ ലെജൻഡിനെ പറ്റി സംസാരിച്ചായിരുന്നു. സോ വെൻ യു ആർ വർക്കിംഗ് ആസ് എ മീഡിയ എഡ്യൂക്കേറ്റർ, ആ സമയത്തായിരുന്നു സാറിന് ഇതിലേക്ക് വന്നാൽ കൊള്ളാമെന്ന് തോന്നിയത്, ആ ഒരു ഇന്നർ ലെജൻഡ്? അല്ല, ഞാൻ ആക്ച്വലി ഐ വാസ് ലിവിങ് എ ഡബിൾ ലൈഫ് ഓൾ ദി ടൈം. ഞാൻ എന്താണെങ്കിൽ ബേസിക്കലി ഞാൻ പഠിച്ചിരിക്കുന്നത് സുവോളജിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത്. ഞാൻ എൻഡമോളജിയാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. നമ്മൾ ഈ പ്രാണി സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണത്. പിന്നെ ഐ ഡിഡ് റിസർച്ച് ഇൻ ബയോടെക്നോളജി ഫോർ ഒരു വെരി ഷോർട്ട് ടൈം. അപ്പോഴൊക്കെ എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണം, ആഡ് ഫിലിംസ് ചെയ്യണം എന്നൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വാസ് ഓൺലി വൺ ചോയ്സ്. ആ സമയത്ത് ഈ MCJ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ എൻട്രൻസ് എഴുതി. ഡിഗ്രി കഴിഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ PG പഠിച്ചു. PG കഴിഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് കിട്ടി. അപ്പം ഞാൻ അവിടെ പഠിക്കാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞാൻ ഈ UGCയുടെ പരീക്ഷ പാസ്സായി. ഈ നെറ്റ് എന്ന് പറയുന്ന അധ്യാപകനാവുന്നു. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് ഗസ്റ്റ് ലെക്ചറർ വിത്ത് സം കോളേജസ്, ലൈക്ക് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട, ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, അങ്ങനെ വിവേകാനന്ദ കോളേജ്, 3-4 കോളേജിൽ. ഇറ്റ്സ് ലൈക്ക് ഒരു സ്ട്രീറ്റിലെ ഒരു സർക്കസുകാരൻ്റെ പോലെയാണ്. നമ്മൾ രാവിലെ ഒരു കോളേജിൽ പോയി 2 അവർ ക്ലാസ് എടുക്കും, അവിടുന്ന് ബസ് കയറി വന്ന് അടുത്ത കോളേജിൽ 2 അവർ, അങ്ങനെയാണ്. എന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. അവിടെ കോപ്പി റൈറ്ററായിട്ട് വൈകുന്നേരങ്ങളിൽ അവിടെ കോപ്പി റൈറ്ററായിട്ട് വരും. അപ്പോൾ ഈവൻ ടീച്ചിങ് ഞാൻ റെഗുലർ ആക്കിയപ്പോഴും പകലാണ് എൻ്റെ ടീച്ചിങ്, രാത്രി അഡ്വർടൈസിങ്ങാണ്. അത് പ്യുവർ ഡബിൾ ലൈഫാണ്. എന്താണെങ്കിൽ പകലും മാഷായിട്ടും രാത്രി കോപ്പി റൈറ്ററായിട്ടും അഡ്വർടൈസിങ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ അത് അപ്പം തുടങ്ങി ടീച്ചറായിട്ട് തോന്നിയ സാധനമല്ല, പക്ഷെ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു സംഗതിയാണ് ഞാൻ നോക്കിയത്. അത് കഴിഞ്ഞ് ഒരു ഘട്ടം എത്തിയപ്പോൾ ഐ സ്റ്റോപ്പ് റെഗുലർ ടീച്ചിങ് എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, വേറൊരു ചോദ്യം എനിക്കുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് പെർസ്യൂ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു ദേ ഗോ ത്രൂ ദിസ് തോട്ട് പ്രോസസ് ദാറ്റ് വിൽ ഇറ്റ് വർക്ക്. അതായത് ചിലപ്പോൾ അവർ ഒരു സെക്യൂർ ജോബിലേക്കായിരിക്കും അവർ കടന്നു പോകുന്നുണ്ട്, അവർ ലൈക്ക് ദേ മൈറ്റ് ഹാവ് എ സെക്യൂർ ജോബ് ആൻഡ് ഓൾ. പക്ഷേ വെൻ ദേ തിങ്ക് അബൌട്ട് സ്വിച്ചിങ് ടു എ ക്രിയേറ്റീവ് ഫീൽഡ്, ഉള്ളിനുള്ളിൽ അവർക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്, ഇത് എവിടെ വെച്ച് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം. മേ ബി സൈഡായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ എന്നാലും അവർക്ക് അത് എങ്ങനെ തുടങ്ങണം എന്ന് വല്ല ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഒബ്സർവ് ആസ് മച്ച് ആസ് യു ക്യാൻ, ബട്ട് അതല്ലാതെ ഹൗ ടു ഓവർകം ദാറ്റ് ഫിയറിനെ സാറിന് അത് വേണം. അതെന്താ അറിയോ, യു ഹാവ് ടു ടേക്ക് റിസ്ക്. ഇതൊരു മോട്ടിവേഷൻ സ്പീക്കർ പറയേണ്ട സാധനമാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ജേർണി സ്റ്റാർട്ട് വിത്ത് സ്മോൾ സ്റ്റെപ്സ്. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനും ഇതുപോലെ തന്നെ ഐ ക്വിറ്റ് മൈ ജോബ് ആസ് എ ടീച്ചർ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം ഞാൻ റിട്ടയർ ചെയ്ത സുഖമായിട്ട് പെൻഷൻ വാങ്ങിച്ചിരിക്കും. പിന്നെ ടീച്ചറുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെയാണ് പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് സെൽഡം നമ്മുടെ സിലബസ് ചേഞ്ച്, ക്വസ്റ്റ്യൻസ് ചേഞ്ച് അല്ലേ, വളരെ കുറച്ച് മാറ്റം ഉണ്ടാവുള്ളൂ. ഭയങ്കര കംഫർട്ടബിൾ ജോബാണ്. എന്നാൽ പിള്ളേരെ മേയ്ക്ക് അത്ര എളുപ്പമൊന്നുമില്ല. പക്ഷേ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ ഐ ഫൗണ്ട് ഇറ്റ് ഭയങ്കര റിപ്പീറ്റിംഗ് സാധനം. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബോറടിച്ചാലും എന്തായാലും നിങ്ങൾക്ക് മാസം കൃത്യം ശമ്പളം കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. വേറെ ഗവൺമെൻറ് സ്റ്റാഫ് അല്ലെങ്കിലൊക്കെ ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ യു ആർ ബ്രേക്കിംഗ് യുവർ സേഫ് സോൺ പൊളിച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. 5 പൈസ കയ്യിലില്ലാണ്ട് ഞാനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകാനൊക്കെ തോന്നും.
അപ്പോൾ പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നമ്മളവിടെ എത്തുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ഒരു സാധനം ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാൻ വൈ ആർ നോട്ട് മേക്കിംഗ് എ ഫിലിം, ഡയറക്ടിങ് എ ഫിലിം ചോദിക്കാൻ. ഞാൻ ഇത്രയും കാലം ഇൻഡസ്ട്രിയിലുള്ള ഇപ്പോൾ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നു, മ്യൂസിക്. എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് അഡ്വർടൈസിങ് നിർത്തുന്നു അന്നാ ഞാൻ സിനിമ ചെയ്യുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് ആസ് എ പാർട്ട് ടൈം തിങ്. സിനിമ ചെയ്യാന്നുള്ളത് ഞാൻ ഭയങ്കര വലിയൊരു ഫുൾ ടൈം ജോലിയായിട്ട് കാണുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ ഞാൻ അഡ്വർടൈസിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാനൊരു സിനിമ ചെയ്യാം, അതിൻ്റെ സൈഡിൽ കൂടെ കിട്ടുന്ന സമയം കൊണ്ട് സ്ക്രിപ്റ്റ്, അങ്ങനെയല്ല ഞാൻ വിചാരിക്കും. ഐ വിൽ സ്റ്റോപ്പ് ദിസ് തിങ് വൺ ഡേ ആൻഡ് ടെൽ മൈ വൈഫ് ദാറ്റ് ബെറ്റ്സി ഞാൻ ഇത്ര കാലം ജോലി എടുത്തു, ഇനി ഞാനൊരു സിനിമ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഐ എം വൈൻഡിങ് അപ്പ് ദിസ് തിങ്. നമ്മുടെ ഓഫീസിലെ കുട്ടികളോടൊക്കെ പറയും, നമുക്ക് തൽക്കാലം നിർത്താൻ, നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ സിനിമ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐ വിൽ ഡെഡിക്കേറ്റ് മൈസെൽഫ്. ഒരു 3-4 കൊല്ലമാണെങ്കിൽ ആ കൊല്ലം മുഴുവൻ എടുത്തിട്ടാണ് ഞാനൊരു, അതുകൊണ്ട് ഇതിപ്പോൾ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദേ വിൽ ഡു ഫിലിംസ്, ദേ വിൽ ഡു ആഡ് ഫിലിംസ്, അത് കഴിഞ്ഞ് സിനിമ ചെയ്യും. പക്ഷെ ഞാൻ ഐ ട്രീറ്റ് ഓരോന്നിനും അതുകൊണ്ടാണ് ഐ ക്വിറ്റ് മൈ ജോബ് ആസ് എ ടീച്ചർ ടു വർക്ക് ഇൻ അഡ്വർടൈസിങ്. ഇനി ഇത് കഴിഞ്ഞാലാണ് അടുത്തത് ഞാൻ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അതും കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ട്രക്ക് ഡ്രൈവർ ആവണമെന്നാണ്. അപ്പോൾ ആ സിനിമയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി എല്ലാ പണിയും നിർത്തിയിട്ട് എനിക്ക് രാജസ്ഥാനിലേക്ക് മാർബിളൊക്കെ കൊണ്ടുപോകാനായിട്ട് ലോറി ഒഴിച്ച് പോകാനായിട്ട്. ദാറ്റ്സ് ഹൗ ഐ സീ മൈ സെൽഫ് ഒരു ആഫ്റ്റർ ഒരു 10 years ഞാൻ കാണുന്നത് അങ്ങനെയാണ്. സാധനം നമ്മൾ ഹൈവേ കൂടെ ഓടിച്ചു പോകുന്ന ഡ്രൈവറായിട്ട്. സാർ ഇന്ന് മോർണിംഗ് വർക്ക്ഷോപ്പിൽ ഒരു ആഡ് കാണിച്ചായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ ആ ആഡ് കണ്ടതിന് ശേഷം ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമായിരുന്നു, ലൈക്ക് മനസ്സ് നിറഞ്ഞ പോലെയായിരുന്നു. അതേപോലെ നമ്മുടെ മനസ്സ് നിറക്കുന്ന ഒരുപാട് നല്ല നല്ല ആഡ്സ് ഉണ്ട്. സോ വെൻ യു സ്റ്റാർട്ട് എ ക്യാമ്പയിൻ ഓർ വെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ആൻ ഐഡിയ, വാട്ട് ഈസ് യുവർ മെയിൻ പ്രയോറിറ്റി? അത് ഇമോഷനാണോ, അതോ കൾച്ചറാണോ, ബ്രാൻഡ് ഐഡന്റിറ്റി ആണോ, എന്താണ്? ഒന്നുമില്ല, നമ്മളൊരു ക്യാമ്പയിന് ഡിമാൻഡ് സംതിങ്. ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് വി ആർ വർക്കിംഗ് ഓൺ എ പെർട്ടിക്കുലർ ബ്രാൻഡ്, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെങ്കിൽ ഇതിന് ടാർഗറ്റ് ഗ്രൂപ്പ് ആരാന്ന് അറിയുക എന്നുള്ളതാണ്. ദാറ്റ് ഡിസൈഡ്സ് ഇതിൻ്റെ ഒരു കോണ്ടന്റിൻ്റെ ഫോർമാറ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യും. ഇപ്പം ഞാൻ അതിൽ ചെയ്യുന്നൊരു സൂത്രം, ഒരു ട്രേഡ് സീക്രട്ടാണ്, ഇപ്പോൾ ഞാൻ ഒളിപ്പിച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ക്ലയൻറ്റിനോട് അവരുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ എല്ലാ ബിസിനസ്സുകാരുടെയും ആഗ്രഹം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങിക്കണം എന്നാണല്ലോ. ആരും വാങ്ങിക്കാതിരിക്കരുതെന്ന്, ഒരു ആവശ്യമില്ലെങ്കിൽ പോലും വാങ്ങിക്കണം എന്നാണ് നമ്മൾ. ദ സേഫസ്റ്റ് തിങ് ഈസ് എന്താണെന്ന് അറിയാം, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിൻ്റെ പ്രൈസ് എന്താണ്, അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ചോദിക്കുക. ഈ പ്രൈസ് റേഞ്ച് വിൽ ഓട്ടോമാറ്റിക്കലി ഡിസൈഡ് യുവർ ടാർഗറ്റ് ഗ്രൂപ്പ്. ഇപ്പം നിങ്ങൾ 50 രൂപയ്ക്ക് ഫുട്പാത്തിൽ നിന്ന് ഒരു ജെട്ടി വാങ്ങിക്കുന്ന ആൾക്കാർ, അതായിരിക്കില്ലല്ലോ നിങ്ങൾ ഒരു മാളിൽ പോയിട്ടൊരു ജോക്കിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുന്ന ആ എക്സ്പീരിയൻസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. 50 രൂപയുടെ ജെട്ടിയുടെ പാക്കറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ്സ് ഓൾ കളർഫുൾ. ചിലപ്പോൾ അതിൽ സൽമാൻ ഖാൻ ഉണ്ടാവും. സൽമാൻ ഖാൻ ഇന്നേ വരെ 50 രൂപയുടെ ജെട്ടിയുടെ പാക്കറ്റിൽ അയാളുടെ പടം വെച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇതേ സാധനം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് നോക്കും, ആൾ കേസ് കൊടുക്കും അല്ലേ? അപ്പോൾ യു നോ ദ ഡിഫറൻസ്, യു നോ ഹൗ ടു ട്രീറ്റ് ഈ ഡിഫറൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതിൻ്റെ കളേഴ്സ് എങ്ങനെയായിരിക്കും. അതിൻ്റെ ടാർഗറ്റ് 50 രൂപയുടെ ജെട്ടി വാങ്ങിക്കുന്ന ആൾക്കാരെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അവർ 50 രൂപയുടെ ജെട്ടി വാങ്ങിച്ച് ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതുപോലെയല്ല നമ്മൾ മറ്റേ 900 രൂപയുടെ ജെട്ടി വാങ്ങിച്ചിരുന്ന ആൾക്കാർ. അതിന് നമ്മൾ എന്താണ്, ആ ജെട്ടീനെ നമ്മൾ അന്വേഷിച്ചു പോകണം. ഈ ജെട്ടി നമ്മൾ അന്വേഷിച്ചു വരും 50. അതാണ് ഫുട്പാത്തിൽ കിട്ടുന്നത്. ചില നിങ്ങളുടെ ചെരുപ്പിൻ്റെ ബ്രാൻഡുകൾ നോക്കിയാൽ മതി. നമ്മളുടെ നാട്ടിലെ ബ്രാൻഡുകൾ എല്ലാ ചെരുപ്പ് കടയിലും കിട്ടും. പക്ഷെ നിങ്ങൾക്കൊരു സ്കെച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ സ്കെച്ചേഴ്സിൻ്റെ ഷോറൂമിലേക്ക് അങ്ങോട്ട് ചെല്ലണം. അല്ലാതെ നിങ്ങളുടെ നാട്ടിലെ കടക്കാരനറിയാം നിങ്ങൾക്ക് സ്കെച്ചേഴ്സ് വാങ്ങിക്കാനുള്ള പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. പക്ഷെ അയാളുടെ കടയിൽ, ചെരുപ്പ് കടയിൽ സ്കെച്ചേഴ്സ് കൊണ്ട് വെക്കാറില്ല, സ്കെച്ചേഴ്സ് കൊടുക്കാറുമില്ല അയാൾക്ക് വെക്കാൻ. ദാറ്റ്സ് ഹൗ ദാറ്റ്. അപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പ് ഡിസൈഡ്സ് ഇതിൻ്റെ. അപ്പോൾ അതിൽ ഫണ്ടാണോ വേണ്ടത്? ഒരു യങ്സ്റ്റർ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ടാർഗറ്റ് ഒരു യങ്സ്റ്റർ ആണെങ്കിൽ യു ഹാവ് ടു ടോക്ക് ലൈക്ക് എ യങ്സ്റ്റർ. ആ ഫിലിം യങ്സ്റ്ററിനോട് സംസാരിക്കണം, അയാളുടെ ലാംഗ്വേജിൽ സംസാരിക്കണം, അയാളുടെ കളേഴ്സിൽ സംസാരിക്കണം. അല്ലെ, അത് ഒരു ഫീമെയിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഒരു എബവ് 45 ഉള്ള ഒരു ഫീമെയിൽ ആണെങ്കിൽ അവരുടെ ഭാഷയിൽ സംസാരിക്കും, അവരുടെ കളേഴ്സിലും ടേസ്റ്റിലും. അതൊരു ടോഡ്ലറോടാണ് സംസാരിക്കേണ്ടത്, ആ കുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ള. ഇറ്റ്സ് വെരി ഈസി ടു ഒബ്സർവ്. നിങ്ങളിപ്പോൾ കളിക്കുടുക്ക എന്ന് പറഞ്ഞ മാഗസിൻ ഉണ്ട്. കളിക്കുടുക്കയുടെ പേര് എങ്ങനെയാണ് എഴുതിക്കണമെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ കളിക്കുടുക്കയുടെ പേരിൽ ഓരോ ഫോണ്ടിനും ഓരോ കളറാണ് ഉണ്ടാവും. അതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് അത്രയും ചെറിയ കുട്ടികൾ. ആ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ
ഇപ്പൊ മറ്റേ ദ വീക്കിന്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ്റെയോ ടൈറ്റിൽ നിങ്ങൾ ഇതുപോലെ പച്ചയും മഞ്ഞയും ചുവപ്പും കളർ ഇട്ടിട്ട് എഴുതില്ല. ബിക്കോസ് എന്താ, അത് ഡിമാൻഡ് ചെയ്യുന്ന ടാർഗറ്റ് ഗ്രൂപ്പിന്റെ ഒരു സീരിയസ് ആ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് എ സിംപ്ലസ്റ്റ് തിങ് യു ക്യാൻ ഡു. നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണോ അവരെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ നിങ്ങൾ അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യു ആർ ഷുവർ ടു ഫെയിൽ എന്നുള്ളതാണ്. അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. അത് ഡിസൈനിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് നമ്മൾ ആസ് ഇപ്പോൾ യു ആർ ഹാവിങ് എ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റുഡൻസിൻ്റെ ഡിസൈൻ പഠിക്കുന്നു. അപ്പം നമ്മളുടെയൊക്കെ നല്ലത് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ വിചാരം, ഏറ്റവും ബെസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെയല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ ഒരു കോഫി ഷോപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്താൽ ദേ വിൽ ട്രൈ ടു എമുലേറ്റ് ഒരു കഫേ കോഫി ഡേ പോലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റാർബക്സ് പോലെ. യു കീപ് ദാറ്റ് ആംബിയൻസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ, അവിടുത്തെ ആൾക്കാർ വിൽക്കുന്നത് നല്ല കാപ്പി 12 രൂപ, ചായ 10 രൂപ, നല്ല നാടൻ മലബാറി സ്നാക്സ് ഒക്കെ ഇതിനും 10-15 രൂപയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആംബിയൻസ് കോഫി ഡേ പോലത്തെ ഒരു ആംബിയൻസ്, അല്ലെങ്കിൽ ഒരാളതിൽ കയറില്ല. കാരണം എന്താണെന്നറിയോ, അറിയുന്ന ആൾക്കാർ കയറും, അറിയാത്ത ആൾക്കാർ. ഇപ്പം ഞാൻ അവിടേക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഒരു കഫേ ഉണ്ട് അവിടെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കാപ്പിക്ക് മിനിമം ഒരു 150 രൂപ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഡിസൈനാണ് സത്യത്തിൽ ആൾക്കാരെ പറഞ്ഞു വിടുന്നത്. നിങ്ങളുടെ ഡിസൈൻ കാണുമ്പോൾ അതിൻ്റെ പ്രൈസ് റേഞ്ച് ആളുകൾ ഗസ് ചെയ്യുക. ആ ടാർഗറ്റ് ഗ്രൂപ്പ് 10 രൂപയുടെ ചായ കുടിക്കുന്ന ആൾ ഒരിക്കലും അവിടെ കയറില്ല. അയാൾ നോക്കുമ്പോൾ ഇത് AC ഉണ്ട്, ഭയങ്കര ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്ത്, ഇവിടെ മിനിമം ഒരു 80 രൂപയെങ്കിലും ചായക്ക് ഉണ്ടാവുന്നിട്ട് അയാൾ വരില്ല. സത്യത്തിൽ നിങ്ങൾ അവിടെ ബെസ്റ്റ് ചായ 12 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിസൈനർ പറ്റിച്ച പണിയാണ്, ഭയങ്കര ഗംഭീരമായിട്ട് അത് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ഡിസൈൻസ് ഉണ്ടാവാനും ക്യാമ്പയിൻസ് ഉണ്ടാവാനും. അതിൻ്റെ മുകളിലേക്ക് പോയാലും പ്രശ്നം, നിങ്ങളുടെ അയാളുടെ തലയുടെ മുകളിലേക്കിടെ അത് പോകുന്നത്. ദാറ്റ് വിൽ കീപ്പ് എവേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഡു യു ബിലീവ് ഇൻ ഒറിജിനൽ ഐഡിയാസ്? ഇപ്പം പല ആൾക്കാർ, വി ഓൾ സേ ദാറ്റ് ഈവൻ നൗ വെൻ വി ആർ വർക്കിംഗ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ആസ് ഇൻ ദിസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, നമ്മളെല്ലാവരും പറയുന്ന ഒരു സിമ്പിൾ ഡയലോഗ്, അതായത് എവറിത്തിങ് ഈസ് എ കോപ്പി ഓഫ് എ കോപ്പി. ഇത്ര തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. നേച്ചറിനെ കോപ്പി ചെയ്യാണല്ലോ നമ്മൾ മുഴുവൻ. അല്ലാതെ ഒറിജിനൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില തോട്ട്സ് ഒക്കെ ഇറ്റ് മേ സീം ഒറിജിനൽ എന്ന് വരും. ഇപ്പം ഞാൻ എപ്പോഴും തമാശയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മളെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ വിചാരം നമ്മളിങ്ങനെ നേരെ ഇരിക്കുന്നു എന്നല്ലേ. നമ്മളിങ്ങനെ കസാരയിൽ നമ്മുടെ കാല് താഴെയും തല മുകളിലായിട്ടിരിക്കുന്നത്. ഈ ഭൂമി എന്ന് പറഞ്ഞ സാധനം ഒരു ഉരുണ്ട സാധനമാണല്ലോ. സത്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പം ഇരിക്കുന്നുണ്ടാവുക നേരെ തിരിച്ചാവുന്നുണ്ട് അല്ലേ. നമ്മുടെ ഭാഗം ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ താഴേക്കാവും ഈ ബിൽഡിങ് നിൽക്കുന്നുണ്ടാവുക, നമ്മൾ തല കുത്തിയിട്ടാവും, നമുക്കറിയില്ല. ഇറ്റ്സ് എ സ്ട്രേഞ്ച് വേൾഡ്. അപ്പം നമ്മൾ പറയില്ലേ, ഇത് ലോകത്ത് എന്താണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ യൂണിവേഴ്സിൽ ഞാനിരുന്ന് ആലോചിക്കുന്ന ഐഡിയ ഉണ്ടല്ലോ, ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വേറെ ഒരു സൗരയൂഥത്തിൽ വേറെ ഒരു ഭൂമിയിൽ ഇരുന്നിട്ട് വേറൊരാൾ ആലോചിക്കുന്നുണ്ടെങ്കിലും യു കാൻ സേ അല്ലേ. നമുക്കറിയില്ല. ഇപ്പം ഈ കേരളത്തിൽ തന്നെ ഇപ്പം ഞാൻ ആലോചിക്കുന്ന സാധനങ്ങൾ എത്രയോ ആൾക്കാർക്ക് ആലോചിക്കാം. എവ്രിതിങ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡിസൈനിൽ ഇൻസ്പയർഡ് ആവാൻ തോന്നുന്ന സാധനങ്ങൾ ഞാൻ മാത്രം. ഇപ്പം ഐ ഡിഡ് എൻ എക്സസൈസ് ടുഡേ, അതിൽ ഒരാൾ കണ്ടുപിടിച്ച സാധനം വേറെ ആൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൂന്നാമത് ആൾ നാലാമത് ആളൊക്കെ അത് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. കോപ്പി എന്ന് പറയുന്നത് നമ്മളൊരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ക്യാമ്പയിനെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അല്ലേ ഇപ്പൊ നമ്മളൊരു ആക്ടറെ ശരിക്കും കോപ്പി ചെയ്യുക. ഒരു ആക്ടർ ഇപ്പൊ എന്നോട് ഇപ്പൊ ഒരു മുസ്ലിം വൃദ്ധനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ മുസ്ലിം വൃദ്ധനല്ല. അപ്പൊ ഞാനൊരു മുസ്ലിം വൃദ്ധനെ ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ട് അയാളെ കോപ്പി ചെയ്യാണ് ചെയ്യുന്നതല്ലേ. അത് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു ഡിസൈൻ കോപ്പി ചെയ്യാൻ അതിൽ ദർ ഈസ് നത്തിങ് കോൾ ഒറിജിനൽ എന്ന് പറയുന്നത് ശരിയാണ്. എന്താണ് ഈ ഉള്ളതിൽ തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മളൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല. നമുക്ക് തോന്നും ഭയങ്കര ഫ്രഷ് ഒറിജിനൽ ഐഡിയ ആണ്, അതൊന്നും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഒരു ബ്രാൻഡ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ സാറ് കാണുന്ന ഒരു ലൈക്ക് ഇൻ ദ ക്രിയേറ്റീവ് ഫീൽഡ് സാറ് കാണുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്തെങ്കിലും ബിഫോർ ഡൂയിങ് എ ക്യാമ്പയിൻ ഓർ വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ്? എനിക്കൊരു ബ്രാൻഡ് കൺസൾട്ടന്റ് പറയാൻ തന്നെ സത്യത്തിൽ പേടിയാണ്. കാരണം എന്താണെങ്കിൽ ഞാനൊരു ലാസ്റ്റ് 25 years ആയിട്ട് ഞാൻ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാനൊരു സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് സംശയിക്കും. ബിക്കോസ് സ്ട്രാറ്റജി ഫോർ മീ ഈസ് ദാറ്റ് ഇപ്പം നമ്മൾ കുറേ സ്ട്രാറ്റജി ഒക്കെ പറയും, പക്ഷെ നമ്മൾ ഈ സ്ട്രാറ്റജി പലതും ഈ മാനേജ്മെൻറ്റ് ബുക്സിന്നും മറ്റേ ബ്രാൻഡിങ് ബുക്സ് എന്നൊക്കെ പഠിച്ചിട്ടും നമ്മൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാടും ഓരോ നാട്ടിലെ മനുഷ്യരും ആ കമ്മ്യൂണിറ്റി ആ റിലിജിയൻ ഒക്കെ ഈ സ്ട്രാറ്റജീനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന തരത്തിൽ ചില സ്ഥലങ്ങളിലുള്ള ഭാഷ, ചില സ്ഥലങ്ങളിലുള്ള മതത്തിൻ്റെ പ്രത്യേകതകൾ, ചില തലത്തിലുള്ള ചിലപ്പോൾ അവരുടെ സ്കിൻ കളേഴ്സ് ആവാം,
ഇതൊക്കെ നമ്മുടെ സ്ട്രാറ്റജീനെ ബാധിക്കും, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡാവും, അവരുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അവരുടെ ആറ്റിറ്റ്യൂഡിന് ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവും. നമുക്ക് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ജ്വല്ലറി തുടങ്ങിയിട്ടുള്ള ആ സ്ട്രാറ്റജി നമുക്ക് അതേ സ്ട്രാറ്റജി വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഐ കാൺ സേ ഇറ്റ്സ് എ മിസ്റ്റേക്ക് പറഞ്ഞാൽ, നമ്മൾ ടൈലർ മെയ്ഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ടൈലർ മെയ്ഡ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കും, അപ്പുറത്തതിന് വേറൊരു സാധനം. അത് ടൈലർ മെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് കൺഫ്യൂസിങ് ആണ്, എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ലോക്കലൈസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും കൂടുതൽ വർക്ക് ആവുന്നത്. ദർ ആർ നത്തിങ് ലൈക്ക് എന്താ പറയുക, എല്ലായിടത്തും കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി ഒന്നും. എനിക്ക് തോന്നുന്നത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ആൾക്കാർ അവർ തെറ്റിദ്ധരിക്കുന്നത് മീഡിയ മിക്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടും. സ്ട്രാറ്റജീസ്, ഒരു കൺസൾട്ടൻറ്റ് എന്ന് പറയുന്ന ആള് സത്യത്തിൽ നിൽക്കുന്നത് കോൺസെപ്റ്റ്സിൽ മാത്രമല്ല, ദേ ആർ ഇൻ ടു എവ്രി മൈന്യൂട്ട് ഡീറ്റെയിൽ ഓഫ് ദാറ്റ്, ആ ഒരു ബ്രാൻഡിൻ്റെ. പിന്നെ ഇതിലൊക്കെ അപ്പുറത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡിനെ ആൾക്കാർ അതിനെ ഏറ്റെടുക്കണമെങ്കിൽ ആ ബ്രാൻഡ് ഓണറുടെ കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അതിനൊരു കൺസൾട്ടൻറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. ഇഫ് യു ആർ വർക്കിംഗ് ഫോർ എ ഗുഡ് റെസ്റ്റോറൻറ്റ്, നമുക്കതിന് നല്ല രസമായിട്ട് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കാം, പക്ഷെ നല്ല രസമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നമുക്കറിയില്ലല്ലോ. അവിടെയാണല്ലോ പ്രശ്നം. ഈ സ്ട്രാറ്റജിക്കും ക്രിയേറ്റീവ്സിനും മാർക്കറ്റിംഗ് പ്ലാനിനൊക്കെ അപ്പുറത്ത് അവിടെ ഒരു വട്ടം വന്ന ആൾ രണ്ടാമത് വരണമെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് സ്ട്രാറ്റജിസ്റ്റിൻ്റെ പണിയല്ല. സേ ഇത് പറയാം, നിങ്ങൾ നല്ല ഷെഫിനെ കണ്ടെത്തി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അവിടെ ഡിഫറെൻറ്റ് കൺസൾട്ടൻസ് ലൈക്ക് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസ് വേണ്ടി വരും, ഫുഡിൻ്റെ എക്സ്പേർട്സ് വേണ്ടി വരും. അപ്പോൾ ദിസ് ഈസ് നോട്ട് ഒരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിൻ്റെ ഏരിയ ഒരു ഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ ബ്രാൻഡിനും കുറേ കാര്യങ്ങൾ വേറെ ചെയ്യാൻ, ട്രെയിൻ ദെയർ സ്റ്റാഫ് വെൽ. അവരുടെ ഒരു മോശം പെരുമാറ്റം വരെ നിങ്ങളെ ആ ബ്രാൻഡിന് ഭയങ്കര മോശം റെപ്യൂട്ടേഷൻ ഉണ്ട്. പിന്നെ സാർ ഇത് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് തോന്നിയത്, അതായത് സാറ് പറഞ്ഞു റോഡ് സൈഡ് ഒരു 50 രൂപയുടെ ജെട്ടി വാങ്ങുന്നതിന് പകരം മോസ്റ്റ് പീപ്പിൾ വെൻ ദേ ഗോ ടു എ മോൾ ദേ പ്രിഫർ ജോക്കി അങ്ങനത്തെ. സോ ഇപ്പോൾ റോഡ് സൈഡിൽ ആ ഒരു 50 രൂപയുടെ ജെട്ടി വെക്കുന്ന ഒരാൾ നാളെ വിചാരിക്കുക, ഐ വോണ്ട് ടു മേക്ക് ദിസ് ഹ്യൂജ്, എനിക്കിത് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ആവുന്നുണ്ട്, അത് ജോക്കി ലെവലിൽ എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഹൗ ക്യാൻ ദേ റീബ്രാൻഡ് ദംസെൽസ്? അത് പറ്റുമൊക്കെ ചെയ്യും, അത് പറ്റാത്ത പണിയൊന്നുമല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന എല്ലാ ബ്രാൻഡും ആദ്യം തന്നെ മോളിലുണ്ടായ ബ്രാൻഡുകളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ദെയർ പെർസിയറൻസ്. ആ സ്റ്റോറി പറയാനുണ്ടോ നിങ്ങൾ? എത്രയോ റാക്സ് ടു റിച്ച് സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വേർ ടു ഹിറ്റ്, വെൻ ടു ഹിറ്റ്, ഹൗ ടു ഹിറ്റ് എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് ആ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള സാധനങ്ങൾ. നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത എത്രയോ സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ആൾക്കാർ, അത് ചില ഇപ്പോൾ ഒന്നുമല്ല, ഈ തേങ്ങ പൊതിക്കുന്ന സാധനം ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ, തേങ്ങ പൊതിക്കുന്ന ആ മെഷീൻ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ ഇന്നോവേഷൻസ്. ഒരു കഴിഞ്ഞ കുറേ കാലങ്ങൾക്കുള്ളിൽ കേരളമൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര ഡിസൈൻ ഇന്നോവേഷൻ അത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സാധനം ഇപ്പം എൻ്റെ ഒന്നും കുട്ടിക്കാലത്തില്ല. ആളുകൾ ബുദ്ധിമുട്ടി വെട്ടുകത്തിയൊക്കെ എടുത്ത് വെട്ടിയിട്ടും പാരയൊക്കെ വെച്ചിട്ട്, ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഇത് തേങ്ങ പൊതിക്കും. അത് യു ആർ ഫൈൻഡിങ് ദാറ്റ് ആ ഒരു സ്പേസ് ഓപ്പർച്യൂണിറ്റി. അതിൻ്റെ ഒപ്പം ഒരു ഡിസൈൻ ഇന്നോവേഷൻ വരുന്നു, ക്രാഫ്റ്റ് വരുന്നു. അങ്ങനെ ഇത് ആ സ്പേസിലേക്ക്, ആ ഒരു എംപ്റ്റി സ്പേസിലേക്ക് നിങ്ങൾ ചെല്ലും. എത്രയോ ബ്രാൻഡ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഒരു സ്പേസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള സാധനം, ഇല്ലാത്തൊരു സാധനം തുടങ്ങും, അല്ലെങ്കിൽ ഉള്ള സാധനത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു സംഗതി തുടങ്ങും. അങ്ങനെയാണ് ബ്രാൻഡ്സ് ഗ്രോ ചെയ്യുന്നതും. ഇപ്പം അല്ലേ ഫുട്പാത്തിൽ ജെട്ടി വെക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പലരും മോളിലൊക്കെ ജെട്ടി വെക്കുന്നത്, അതിലൊരു സംശയവും വേണ്ട. അത് അവർക്ക് ദേ ഹാവ് ദാറ്റ്. എത്രയോ സ്റ്റോറീസ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. ആളുകൾ ഇപ്പോൾ വി ഗാർഡിലെ മറ്റേ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, ആളുടെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുള്ളി സെൻറ് തോമസ് കോളേജിൽ നിന്ന് ഫിസിക്സ് പഠിച്ചിട്ടുള്ള, എൻ്റെ സെയിം കോളേജ്. പുള്ളി ആദ്യം ബാങ്കിൽ ലോണൊക്കെ ചോദിച്ചാൽ പുള്ളി കിട്ടിയില്ല. പുള്ളി ഇത് ഉണ്ടാക്കിയിട്ട് ആളുടെ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിൻ്റെ പിന്നിൽ വെച്ച് കെട്ടിയിട്ടാണ് പുള്ളി നടന്നിരുന്നത് വിൽക്കാനായിട്ട്. ഈ സ്റ്റെബിലൈസേഴ്സ് എന്ന കോൺസെപ്റ്റ് തന്നെ നമുക്കറിയില്ല. ദാറ്റ്സ് എ പ്ലേസ് ഈ ചിപ്സ് എന്ന്. ഇങ്ങനൊരു സാധനം ആവശ്യമുണ്ടെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടേക്കാണ് പുള്ളി ആ പ്രോഡക്റ്റുമായിട്ട് വരുന്നത്. ഒരു കാലത്ത് ലോണ് കൊടുക്കാനായിട്ട് പുള്ളി നടന്ന ബാങ്കുകൾക്കൊന്നും വീട്ടിൽ ലോൺ. ഇപ്പോൾ പുള്ളിയുടെ പിന്നാലെ ബാങ്കുകൾ ലോണിനായിട്ട് വേണമെന്ന് ചോദിച്ച് നടക്കുന്നുണ്ടോ? പുള്ളിക്ക് ഇപ്പോൾ പക്ഷേ ആവശ്യം ഉണ്ടാവില്ല. ഇറ്റ്സ് എ സെയിം കേസ് വിത്ത് ഗുഡ് നൈറ്റ് മോഹൻ. നിങ്ങൾ ഈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന മൂവി പ്രൊഡക്ഷനൊക്കെ ചെയ്ത് നിങ്ങൾ ആക്ച്വലി ഇറ്റ് ബിക്കേം എ ജനറിക് നെയിം. മറ്റേ കൊതുക് തിരി എന്ന് പറയുന്ന സാധനം.
കൊതുക് തിരി എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഓണർ മോഹൻ എൻ്റെ സ്ഥലത്ത് നിന്നുള്ള ആളാണ്, പൂങ്കുന്നത്തുകാരൻ തന്നെയാണ്, ഞാൻ ആ സെയിം പ്ലേസിൽ നിന്ന്. ആ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന സാധനം വരുന്നു മൊസ്കിറ്റോ മാറ്റ്. നമ്മൾ ആലോചിച്ചു അതിന് മുമ്പ് ഉണ്ടായിരുന്ന നമുക്ക് മറ്റേ കൊതുക് തിരി എന്ന് പറയുന്ന സാധനം, ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മൊസ്കിറ്റോ മാറ്റ് വരുന്നു. ആളുകൾ ഏത് ഗുഡ് നൈറ്റ് ഒക്കെ പോയിട്ടും ആൾക്കാർ ഇപ്പോഴും ഗുഡ് നൈറ്റ് വാങ്ങിക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഈ സാധനത്തിന്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയും, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയാണ് നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത്. ആ ഗുഡ് നൈറ്റ് പിന്നെ പുള്ളി മേഡ് സോ മെനി ബ്യൂട്ടിഫുൾ ഫിലിംസ് ലൈക്ക് ഞാൻ ഗന്ധർവനൊക്കെ ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ഫിലിംസ് ആണ്. അത്ര രസമായിട്ട് പുള്ളി സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വർക്ക്ഷോപ്പ് എടുത്ത സമയത്ത് സാറ് പറഞ്ഞായിരുന്നു, അതായത് ബിഫോർ യു സ്റ്റാർട്ട് എനിത്തിങ്, ബിഫോർ യു ഒബ്സർവ് എനിത്തിങ്, യു ഷുഡ് ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ. ആ വൈ എന്നൊരു ചോദ്യം അവിടെ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് സാറിന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ബിക്കോസ് ഐ മീൻ ഐ നോ ദാറ്റ് ക്വസ്റ്റനിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് വൈ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റൻ? അത് വേണം. എന്താ അറിയോ, നിങ്ങൾക്ക് ഫസ്റ്റ് യു ഹാവ് ടു കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. അതാണ് അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇപ്പം ഞാൻ എന്തിന് ഇത് ചെയ്യണം എന്ന് ആദ്യം എന്നെ ബോധ്യപ്പെടുത്തണ്ടേ. ഇപ്പം ഇപ്പം ചായ കുടിക്കണം, ഞാൻ എന്തിനാ ചായ കുടിക്കേണ്ടത്, എനിക്ക് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഞാൻ 4 മണിക്ക് ചായ കുടിക്കാറുണ്ട്. അതിനൊരു റീസൺ, അത് നമ്മളിപ്പോൾ ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഇതൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സപ്പോസ് യു ആർ ഗോയിങ് ടു ബൈ എ ഷർട്ട് വന്നു, ഷർട്ടിൻ്റെ ഷോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഷർട്ട് ഉണ്ട്, നിങ്ങളതിന് ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ആ ഒരെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ അതിനൊരു കാരണം കണ്ടെത്തിയിട്ടുണ്ട്. എന്താ? ഇറ്റ് സ്യൂട്ട്സ് യു ബെസ്റ്റ്, ആ കളർ മാച്ച്, ഇത് സ്റ്റൈൽ മാച്ച്. ചിലപ്പോൾ നിങ്ങൾക്ക് 2 ഷർട്ട് ഇഷ്ടമാവാം, അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി, നിങ്ങളുടെ ഒരു ഷർട്ടിനുള്ള പൈസയേ ഉള്ളൂ. അപ്പോൾ എന്തിന് ഞാൻ ഈ ഷർട്ട് ഉപേക്ഷിക്കണം, ആ ഷർട്ട് വാങ്ങിക്കണം? അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സംസാരിച്ചു, യു ആർ ഡൂയിങ് ഇറ്റ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബെറ്റർ ഷർട്ട്, ഇത് വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ റിച്ച് ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 ഷർട്ടും എനിക്ക് ഇഷ്ടമായി, ഈ 2 ഷർട്ടും ഞാൻ വാങ്ങിക്കും. പക്ഷെ ഇതിന് നിങ്ങൾക്കൊരു റീസൺ ഉണ്ട് കൃത്യം. ഇപ്പം ഞാൻ ചിലപ്പോൾ 3-4 ടീഷർട്ട് ഒരുമിച്ച് വാങ്ങിക്കും. ഞാൻ റിച്ച് ആയതുകൊണ്ടില്ല, ഞാൻ തടിയനായതുകൊണ്ട് എൻ്റെ സൈസിൽ ചിലപ്പോൾ നല്ല ടീഷർട്ട് കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞാൻ ഒരുമിച്ച് വാങ്ങിക്കും. ആയിക്കോട്ടെ, വൈദ്യർ എന്ന് വെച്ചാൽ നാളെ ഈ ടീഷർട്ടിൻ്റെ സൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് വൈ ഉണ്ട്. അപ്പോൾ ഞാൻ വല്ലേ ഇന്ന് ഉച്ചയ്ക്ക് മറ്റേ കുട്ടൻ ബിരിയാണി കഴിക്കണോ, ചിക്കൻ ബിരിയാണി കഴിക്കണോ, മട്ടൻ ബിരിയാണി കഴിക്കണോ എന്നുള്ളതിൻ്റെ ഉള്ളിലൊരു വൈ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ മലപ്പുറത്ത് വന്നിട്ട് കുട്ടൻ ബിരിയാണി കഴിച്ചു, ചിലപ്പോൾ ഞാൻ ഇന്ന് കൊച്ചിയിലാണെന്ന് ആ ബിരിയാണി അല്ലേ കഴിക്കുക. അല്ലേ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ ഭക്ഷണം കഴിക്കുക എന്നുള്ള സാധനം, ആ സ്ഥലത്തിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ സ്ഥലം ഇമ്പോർട്ടൻ്റ്. ഇത് ആ വൈ, ഞാൻ പറഞ്ഞില്ലേ, വൈ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ദർ ഇസ് എ വെരി ഫേമസ് ബുക്ക് കോൾ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറഞ്ഞു. ഞാൻ തമാശക്ക് പറഞ്ഞ പോലെ ഇന്നസെന്റിന്റെ ചോദ്യം ഉണ്ട്, നീ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം. നീ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാ പഠിക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ ഓരോ കുട്ടിയും ചോദിക്കേണ്ട ചോദ്യം. ഇപ്പം ഞാൻ എന്തിനാ ഫിസിക്സ് പഠിക്കുന്നത്, ഞാൻ എന്തിനാ കെമിസ്ട്രി പഠിക്കുന്നത്. അപ്പോൾ ചിലർ ഉത്തരം ജോലി കിട്ടാനാവും, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സ് ഇഷ്ടമാവും, അല്ലെങ്കിൽ എനിക്ക് പോയിട്രി ഇഷ്ടം. ഇതൊക്കെ ഇതേ സാധനം തന്നെയാണ്. ഞാൻ എന്തിനാ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി എടുക്കുന്നത്, ഞാൻ എന്തിനാ എഞ്ചിനീയർ ആവുന്നത്, ഞാൻ എന്തിനാ ഡോക്ടർ ആവുന്നത്, ഞാൻ എന്തിനാണ് ഈ കുട്ടീനെ കല്യാണം കഴിക്കുന്നത്, ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത്. ഇതിൻ്റെ റീസൺ നിങ്ങൾക്കുള്ളത് കൊണ്ടല്ലേ, ഈ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. വൈ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് ബിസിനസ്സിൽ മാത്രമൊന്നുമല്ല, വൈ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഗാന്ധിജി എന്നെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും, നിങ്ങളിങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ നിങ്ങളുടെ നാട്ടിലെ ഈ ലോകത്തെ ഏറ്റവും പാവപ്പെട്ടവനും സാധാരണക്കാരനും എന്ത് ഗുണമാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് ചെയ്യാനാ പറയും. എന്താണെങ്കിൽ ആ വഴി നിങ്ങൾ കണ്ടു. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്ത് അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ എന്താണ് ഗുണം, നമ്മളൊന്നും അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. പക്ഷെ അവിടെ ഒരു വഴി ഉണ്ടല്ലോ. എന്തിനാണ് ഇപ്പം നിങ്ങളൊരു ബിൽഡിംഗ് പണിയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ AI ഉപയോഗിക്കുന്നത്, എന്തിനാണ് നിങ്ങളൊരു കാറ് വാങ്ങിക്കുന്നത്, ഇതിനൊക്കെ പിന്നിൽ ഈ വയസ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഇത് ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതിലൊരു സംശയവും വേണ്ട. അത് ലേണിങ്ങിൽ ഞാനത് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യും. ആ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ഗ്രീൻ കളർ ഉപയോഗിച്ചത്? അപ്പോൾ നിങ്ങൾ പറയും ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റാണ്, അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ. നിങ്ങൾ എന്തിനാ റെഡ് ഉപയോഗിച്ചത്? അപ്പോൾ റെഡ് ഉപയോഗിച്ചത് കുറച്ചും കൂടി ഫുഡ് ക്രേവിങ് ഉണ്ടാക്കാവുന്ന, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാക്കാവുന്ന, യങ്സ്റ്ററിന് അപ്പീൽ ചെയ്യുന്ന. നിങ്ങൾ യെല്ലോ കൊടുക്കുക, യെല്ലോ കുറച്ചും കൂടി ഫണ്ണാണ്, ടർബുലൻ്റ്, അങ്ങനെ ആ റീസൺ നമ്മുടെ കയ്യിലുണ്ട്.
അതുകൊണ്ടാണ് നമ്മളിത് പുറത്തേക്ക് ഉറക്കെ വിളിച്ചു പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു കർവ് എടുത്തത്, ഒരു ഷേപ്പ്? ആ ഷേപ്പ് ഇങ്ങനെ വന്നാലാണ് നമുക്കറിയാം ഈ ഷേപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു സംഗതിയാണ്, അല്ലെ? ഇപ്പൊ ഒരു കോഫി ബീൻ പോലെ നമ്മൾ ലോഗോ ഡിസൈൻ, ആ കോഫി ബീന്റെ ഉള്ളിലത്തെ ഒരു കർവ് ഒക്കെ നമ്മൾ, അപ്പൊ ആ വൈ നമുക്കുണ്ട്. ഈ വൈ തന്നെയാണ് നമ്മുടെ ഒരു ക്ലയന്റ് നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ദാറ്റ്സ് എ സിമ്പിൾ തിങ്. ഈ വൈ ഇല്ലാതെ ആരും ജീവിക്കുന്നൊന്നുമില്ല. നമുക്ക് തോന്നുന്നത് നമ്മൾ എത്ര കെയർലെസ് ആയിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും അതെ, അയാൾക്ക് അതിന്റെ പിന്നിൽ ഒരു വൈ ഉണ്ടാകും. അയാൾ അങ്ങനെ ജീവിക്കുന്നതിന്റെ പിന്നിൽ. സാർ അത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർമ്മയുണ്ട്. സാർ ഇത് വർക്ക്ഷോപ്പിലും പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഓരോരോ കാര്യം ഇപ്പം ഒരു ഫീമെയിൽ പ്രൊഡക്റ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും പിങ്ക് കളർ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ഇപ്പം യൂഷ്വലി മെയിൽ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ബ്ലാക്ക്, ഗ്രേ അങ്ങനത്തെ കളേഴ്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഐ തിങ്ക് മീഡിയ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് us ഇൻ മെനി വേസ്, നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഉറപ്പാണ്. അതില് ഞാൻ പറയണ ഇതിൽ ഇൻഫ്ലുവൻസ് ആവുന്നതിൽ തെറ്റൂല്ല കേട്ടോ. ഞാൻ വർക്ക്ഷോപ്പിൽ അത് പറഞ്ഞാലും ഞാനത് ഒന്ന് തിരുത്തി പറയും. അതെല്ലാവരും അവിടെ തന്നെ പറയാറുള്ളതാണ്. എന്താണെങ്കിൽ ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ കോഫിയുടെ കളർ എന്താ, നിങ്ങൾ കഫേ ചെയ്യുമ്പോൾ ബ്രൗൺ ബെഡ്, ഒരു തെറ്റുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കതൊരു കഫേയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഫീമെയിൽ പിങ്ക് ഉപയോഗിച്ചു, നമ്മൾ വി ആർ യൂസ് ടു ദാറ്റ് കളർ, ഇത് ഫീമെയിൽ പ്രോഡക്റ്റ് ആണെന്ന് കൃത്യം മനസ്സിലാവും നമുക്ക്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകും, ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളോട് സാമ്പാർ പൊടി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? സാമ്പാർ പൊടി അതിനൊരു കളറ് പച്ച, ഓറഞ്ച്, മഞ്ഞ, ചുമപ്പ്, ഇത്രയും കളേഴ്സ് ആയിരിക്കും ഇതിന്റെ ഒരു ബേസിക് ഒരു പ്ലേ ഉണ്ടാവുന്നത്. ഇതല്ലാത്തൊരു കളർ വയലറ്റിലോ പിങ്കിലോ ഒക്കെ ഒരു സാമ്പാർ പൊടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാവില്ല. അങ്ങനെ ചെയ്യരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, ചെയ്ത ബ്രാൻഡുകളുണ്ട്. ബട്ട് അവിടെ യു ഹാവ് ടു സ്പെൻഡ് മോർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ. ഫെമിലിയാരിറ്റി, ഇപ്പൊ നിങ്ങൾക്ക് ഈ തുടരും എന്ന് പറയുന്ന സിനിമ, മോഹൻലാലിന്റെ സിനിമ ഇഷ്ടാവുന്നു, അതൊരു മറ്റേ ഒറ്റയടിക്ക് നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര പുതിയൊരു സിനിമയായിട്ട് തോന്നിയിട്ടൊന്നുമല്ല. ഇപ്പൊ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ദൃശ്യം ഓർമ്മ വന്നു. ആ ദൃശ്യത്തിന്റെ കഥയൊന്നുമല്ല തുടരുമിന്റെ കഥ, പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് ഫെമിലിയാരിറ്റി. നമ്മൾ കാണുന്ന എല്ലാ സക്സസ്ഫുൾ സിനിമകൾക്കും വേറെ എവിടെയോ കണ്ടുപോയിട്ടുള്ള സിനിമകളുടെ ചായയൊക്കെ നമുക്ക് തോന്നും, ക്യാരക്ടേഴ്സിന്റെ ചായ തോന്നും. പ്രോഡക്റ്റുകൾക്ക് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫെമിലിയാരിറ്റി നമ്മളെ ഭയങ്കര എളുപ്പത്തിൽ കണക്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് അതിനെ കോപ്പിന്നോ ഇൻസ്പിറേഷനോ ഒന്നും പറയാൻ പറ്റില്ല. അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ എടുക്കുന്ന ഒരു കണക്ഷനാണ്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും എളുപ്പത്തിൽ ആസ്വദിക്കാനും പറ്റുന്ന ഒരു രീതിയാണ് ഫെമിലിയാരിറ്റി. അതുകൊണ്ട് ഒരു കോഫിയുടെ ലോഗോ അല്ലെങ്കിൽ ഒരു കഫേയുടെ ലോഗോ ബ്രൗണിൽ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു വെജ് ഹോട്ടലിന്റെ ലോഗോയിൽ ഗ്രീൻ വരുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു വിമൻ പ്രോഡക്റ്റിൽ പിങ്ക് വരുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ അതുകൊണ്ട് കൃത്യം കൺവേ ചെയ്യും. ഒരു പ്രീമിയം പ്രോഡക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ യു വിൽ ഗോ ഫോർ ബ്ലാക്ക്, ഗോൾഡ്, സിൽവർ ഒക്കെ, അല്ലേ? ആ ഒരു കോമ്പിനേഷൻ ആണ് അതിനൊരു പ്രീമിയം. ഇനി ഒരു പ്രീമിയം പ്രോഡക്റ്റ് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ കുതിരേനെ നമ്മളൊരു സിമ്പിൾ ആയിട്ട് എടുക്കും. സിമ്പിൾ ആ ഹോഴ്സ് എന്ന് പറയുന്നത്. ഹോഴ്സ് ഒരു റോയൽറ്റിയുടെ സിമ്പിൾ അല്ലേ? ഒരു കുതിര, രാജാവ് എന്നൊക്കെ പറയുന്ന അതൊക്കെ ഇതൊക്കെ ഫെമിലിയർ ആണ്. ഹോഴ്സ് വെച്ചിട്ടുള്ള എത്രയോ ബ്രാൻഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ കാർ ബ്രാൻഡുകൾ, ഡ്രസ് ബ്രാൻഡുകൾ, പെർഫ്യൂം ബ്രാൻഡുകൾ. കുതിര വരുന്നത് പ്രീമിയമാണ്. അപ്പോൾ അങ്ങനെ അത് ഫെമിലിയാരിറ്റിയും ഗുണം ചെയ്യും. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമ്മുടെ പർപ്പസ് ഈസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത്. അതിലൊരു തെറ്റുമില്ല, ഫെമിലിയർ ആവുന്നതിലൊരു തെറ്റുമില്ല. ഡിഫറെന്റ് ആവണമെങ്കിൽ യു ഹാവ് ടു സേ ദ വൈ എന്നുള്ള സാധനം. എന്തുകൊണ്ട് ഡിഫറെന്റ് ആവുന്നു എന്നുള്ളത് ആ ഉത്തരം പറയാൻ പറ്റിയാൽ നിങ്ങൾ ആൾക്കാരെ അംഗീകരിക്കും. ഞാൻ ചോദിക്കാൻ പോയായിരുന്നു, ബിക്കോസ് ഫെമിലിയാരിറ്റിന്റെ പിന്നാലെ പോകുന്ന സമയത്താണ് നമുക്ക് ഹൗ ടു സ്റ്റാൻഡ് അപ്പാർട്ട് എന്നൊരു ചോദ്യം വരുന്നത്. ഇപ്പം എല്ലാവരും സെയിം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ സെയിം രീതിയിലാണ് എല്ലാം പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കാൻ നോക്കുന്നെങ്കിൽ, ആൻഡ് ഇഫ് ഓൾ ഓഫ് ദെയർ എയിം ഇസ് ടു ഹിറ്റ് ദാറ്റ് ഫെമിലിയാരിറ്റി ടാർഗറ്റ്, ഈ സ്റ്റാൻഡിങ് അപ്പാർട്ട് എന്ന് പറഞ്ഞ ഭാഗം എവിടെ വരും എന്നാണ്? അത് സ്റ്റാൻഡിങ് അപ്പാർട്ട് ചെയ്യാം, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് അപ്പാർട്ടിന് ഉള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ എന്തിനാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വ്യത്യസ്തനാവണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. എന്തിനു വേണ്ടി വ്യത്യസ്തനാവണം എന്നുള്ളതാണ് ചോദ്യം. വെറുതെ ഡിഫറെന്റ്. ഇപ്പൊ ഞാൻ തമാശക്ക് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഈ സിനിമ ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് പറയും എല്ലാവരും. ഈ സിനിമയുടെ പ്രൊമോഷൻ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഞങ്ങളൊക്കെ കൂട്ടുകാർ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇന്റർവെൽ വെക്കാന്ന്, ഒരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ. അങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യമില്ലല്ലോ സിനിമയുടെ തുടക്കത്തിൽ ഇന്റർവെല്. അങ്ങനെയല്ല വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യത്യസ്തമാവണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വ്യത്യസ്തനായാൽ മതി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല.
നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചില ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് വിജയിനെ അജിത്തിനെയാണ്. വിജയ് എല്ലാ സിനിമയിലും വിജയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. വിജയിന്റെ എല്ലാ സിനിമയും ഒരു ഇത് ഓടുകയും ചെയ്യും. അജിത്ത് എപ്പോഴും ഭയങ്കര വേഷപ്പകർച്ചകളായിട്ട് വരുന്ന ഒരാളാണ്. പല വേഷങ്ങളിൽ പക്ഷെ അതെല്ലാം സക്സസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. ശരിക്കും വിജയും അജിത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് രജനീകാന്തും കമൽഹാസനും പോലെ. രജനീകാന്തിനെ രജനീകാന്ത് അല്ലാതെ ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാത്തിലും അതേ രജനീകാന്ത്, അതേ കണ്ണാടയും അതേ ഷർട്ടും ഒക്കെ തരും. പക്ഷെ കമൽഹാസനെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ കാണുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്റ്റാർഡം, ആരാ വലിയ സ്റ്റാർ എന്നുള്ളതാണ് കാര്യം. ഒരു സംശയം വേണ്ട, ഇറ്റ്സ് രജനീകാന്ത്. അതെന്താ, ആളൊന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്, അയാൾ വ്യത്യസ്തനാവുന്നേ ഇല്ല. ഏതെങ്കിലും സിനിമയിൽ രജനീകാന്തിനെ വ്യത്യസ്തനായിട്ട് കണ്ടിട്ടുണ്ടോ? കമൽഹാസനോ ദശാവതാരം പോലെ 10 വ്യത്യസ്ത കഥാപാത്രങ്ങൾ, അപൂർവ സഹോദരങ്ങൾ പോലെ കുള്ളനായിട്ടും അല്ലേ. പക്ഷേ അതാണ്, വ്യത്യസ്തനാവണമെങ്കിൽ വ്യത്യസ്തനായാൽ മതി. വ്യത്യസ്തനാവുന്നതും സക്സസും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ ഈ അടുത്ത് ഹൃതിക് റോഷന്റെ ഒരു ഇന്റർവ്യൂ, ഇത് റെലവെന്റ് അല്ല എന്നാലും പറയുക, ദാറ്റ് പുള്ളി എപ്പോഴും പറയും, ഞാനൊരു സ്റ്റാർ ആയിരുന്നില്ലെങ്കിൽ ഐ വുഡ് ഹാവ് ട്രൈഡ് ഡിഫറെൻറ്റ് തിങ്സ്. ആൻഡ് വേറെ ഈ അടുത്ത് കേട്ടൊരു കോട്ട് എന്ന് വെച്ചാൽ, എവറി ആർട്ടിസ്റ്റ് ക്രേവ്സ് നോവൽറ്റി. പുതുമ തേടി പോകുന്നവരാണ് നമ്മൾ പലരും. ഇപ്പം രജനീകാന്തിന് പോലും അറ്റ് സം പോയിന്റ് ഹി മൈറ്റ് ഹാവ് തോട്ട് ടു ഹിംസെൽഫ് ലൈക്ക്, ചിലപ്പോൾ ഈ സ്റ്റാർഡം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഐ കുഡ് ഹാവ് എക്സ്പ്ലോർഡ് മോർ ഓപ്ഷൻസ്. അല്ല, അതെന്താ പറയുക, അത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ പേഴ്സണൽ ഇതിട്ട്. എന്താ നമുക്കറിയില്ല, ഓരോരുത്തരുടെ ഉള്ളിൽ എന്താണുള്ളത് നമുക്ക് പറയില്ല. അത് ചിലപ്പോൾ തോന്നിയിട്ടൊക്കെ ഉണ്ടാവില്ല, സംശയമൊന്നുമില്ല. പക്ഷെ ആളുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണല്ലോ കാര്യം. അത് ഹി കീപ്സ് ഹിംസെൽഫ് വെരി ഓപ്പൺ. ആള് ഒരു വിഗ് പോലും വെക്കാറില്ല പബ്ലിക്കലി അപ്പിയർ ചെയ്യുമ്പോൾ. ആ ആൾ തന്നെയാണ് ഭയങ്കര ഹീറോ ആയിട്ട്, ഇത്രയും ഫ്രെയിലും വയ്യാത്ത പോലത്തെ ഒരു മനുഷ്യനാണ് അപ്പുറത്ത് ജയിലറൊക്കെ ആയിട്ട് വന്ന ആളുകൾ ഇടിച്ച് തകർക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ അയാൾ ഈസ് വെരി സിൻസിയർ എന്ന് ഞാൻ പറയും. ഭയങ്കര ഓപ്പൺ. അങ്ങനത്തെ ആൾക്കാരെ തന്നെ ചിലപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ പറ്റില്ല. ഇത്രയും കൂളായിട്ട് പബ്ലിക് അപ്പിയറൻസ് നടത്തുന്ന ആൾക്കാർ, ഈ സ്റ്റാറുകൾ, എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോയില്ല. വിഗ് വെക്കാത്തൊരു നടനെ തന്നെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദേ ഫൈൻഡ് ദെയർ എന്താ ഒരു ഇന്നർ ലെജൻഡ്, എങ്ങനെയാണ് അവരെങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള, അതൊരു ആക്ടിങ് സ്കില്ലൊന്നുമല്ല. അത് ചിലപ്പോൾ അവർ സ്റ്റാർഡമിൻ്റെ ഒരു സാധനം, ഒരു ബർഡനായിട്ട് മാറുന്ന അവസ്ഥകളുണ്ടാവും. ചിലപ്പോൾ അവർക്ക് അതുപോലെ പീപ്പിൾ ഡോണ്ട് എക്സ്പെക്ട് ദം ടു വേറെ ഒരു സാധനം ചെയ്യാനായിട്ട് അവരുടെ ഫാൻസിന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഋതിക് റോഷന്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഋതിക് റോഷൻ നന്നായി എഡിറ്റ് ചെയ്യും വീഡിയോ. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാസ് എൻ എഡിറ്റർ വൺസ്. ഭയങ്കര രസമായിട്ട് എഡിറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഫിലിംസും മീൻസ് അയാളുടെ വർക്കുകളൊക്കെ നന്നായി എഡിറ്റ് ചെയ്തു. ഐ ഹേർഡ് അബൌട്ട് ഹിം ദാറ്റ് ഈസ് എ സ്കിൽഡ് എഡിറ്റർ. അപ്പൊ പുള്ളിക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ. ഇല്ലാത്ത സാധനം ഒന്നുമില്ല. ചോദിക്കണമെന്ന് വിചാരിച്ചാൽ വിട്ടുപോയി. റീബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ? ഇപ്പം സാർ പല ബ്രാൻഡ്സ് റീബ്രാൻഡ് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പം സാർ നോട്ട് ഡൗൺ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ എന്തിനാണ് റീബ്രാൻഡ് ചെയ്യണേ എന്നുള്ളൊരു പർപ്പസ് ആദ്യം ഡിഫൈൻ ചെയ്യും. റീബ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിന് അത് കുറേ തരത്തിൽ റീബ്രാൻഡ് ചെയ്യാം. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു എക്സ്പാൻഡ് യുവർ ബിസിനസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് മാറ്റണം. ആ ഇമേജ് മാറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദർ ഇസ് എ വെരി ഫേമസ് സ്റ്റോറി ബൈ ഈ മറ്റേ കോൾഗേറ്റ് ഒരു ഫുഡ് ഐറ്റം ഇറക്കുന്നു, അല്ലെങ്കിൽ ലസാനിയ എന്ന് പറയുന്ന സാധനം, മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. മറ്റേ കോൾഗേറ്റിന്റെ ബീഫ് ലസാനിയ എന്ന് പറയുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് പ്രൊനൗൺസ് ലൈക്ക് ദാറ്റ്, ലസാനിയ എന്ന് തന്നെ പറയുന്നത്. ഒരു പ്രോഡക്റ്റ് ഇറക്കുകയാണ്, ബീഫ് ലസാനിയ. നിങ്ങളത് വാങ്ങിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടൂത്ത് പേസ്റ്റ് ഇറക്കുന്ന ബ്രാൻഡ്. നിങ്ങൾക്ക് കോൾഗേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തിന്നണ ഒരു സാധനം ഓർമ്മ വരില്ല. അപ്പോൾ ഇഫ് ദേ വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ഈ ഫുഡിന്റെ ഇൻഡസ്ട്രിയിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു റീബ്രാൻഡ് ദംസെൽസ്. കോൾഗേറ്റിന്റെ പേരിൽ ആരും വാങ്ങിക്കുക. ഭയങ്കര രസകരമായിട്ടുള്ള റീസൺസ് ഇതിന്റെ പിന്നെ നിങ്ങൾ റീസൺ കണ്ടുപിടിക്കുക, വൈ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതെന്താണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനാണ്, നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് മാറ്റാനാണ്. ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി യങ് ഫീൽ കൊണ്ടുവരാനാണ്, നിങ്ങൾ ഓൾഡാന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ റീബ്രാൻഡ്. വേണമെങ്കിൽ നിങ്ങൾ റീബ്രാൻഡ് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദ ലോഗോ. നിങ്ങൾക്ക് മൊത്തം നിങ്ങളുടെ ബ്രാൻഡ് വോയിസ് മാറ്റാൻ പറ്റും. അത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം. ഇപ്പം നിങ്ങളൊരു പഴയ ആൾ, ഇപ്പം ഈ ലൈക്ക് ഓൾഡ് സ്പൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഓൾഡ് സ്പൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ ശരിക്കും അത് പഴയ ബ്രാൻഡ്. അവർ പരസ്യത്തിൽ കൂടെ, അവർ റീബ്രാൻഡിന് പോവാതെ തന്നെ അവർ പരസ്യത്തിൽ കൂടെ ദേ മെയ്ഡ് ദം യങ്. അതേസമയം ഇപ്പോൾ സോണി പോലത്തെ ബ്രാൻഡ്, നിങ്ങൾ ലോകത്തിലെ
ഏറ്റവും സോളിഡായിട്ടും മാറാത്ത ലോഗോകളിലൊന്ന് സോണിയുടെ ലോഗോ. സോണി ലോഗോ എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? സോണിക്കൊരു ഒരു ഇമേജ് ചേഞ്ചും ഉണ്ടാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ സോണി വൺസ് ഡിഡ് എ കോമ്പറ്റീഷൻ ടു ചേഞ്ച് ദെയർ ലോഗോ. ഭയങ്കര രസമുള്ള കഥയാണ്. ഒരു വലിയ കോമ്പറ്റീഷൻ, ലോകത്തിലെ ഡിസൈനേഴ്സിൻ്റെ അടുത്തൊരു കോമ്പറ്റീഷൻ കൊടുക്കുക ലോഗോ മാറ്റാനായിട്ട്. അങ്ങനെ അറൗണ്ട് ഒരു 16,000 മേലെ 20,000 അടുത്തൊക്കെ ലോഗോസിൻ്റെ എൻട്രി അവർക്ക് കിട്ടി. അതിൽ നിന്ന് തന്നെ അവർ അറൗണ്ട് 200, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഞാൻ ഐ ഡിഡ് എ വീഡിയോ ഓൺ ദാറ്റ്. ഒരു 200 ലോഗോ ഒക്കെ അവർ സെലക്ട് ചെയ്ത് അവസാനം 4 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഓൺ ഇന്റർനെറ്റ്. ആ 4 ഫൈനൽ ലോഗോ ഏതാണ്. പക്ഷെ ഇത് 4 എണ്ണം എടുത്തിട്ട് ഇവർ സോണി തീരുമാനിച്ചു ഞങ്ങളുടെ പഴയ ലോഗോ തന്നെ മതി. അപ്പോൾ അതൊരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് റീബ്രാൻഡിങ്. റീബ്രാൻഡിങ് ഫോർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തനാവാൻ വേണ്ടിയിട്ട് വ്യത്യസ്തനാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് യു ആർ എക്സ്പാൻഡിങ് യുവർ മാർക്കറ്റ്, ഇഫ് യു ആർ ഒരു ടേക്കിംഗ് എ നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ, അത് പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും അതെ. ഒരു വേറൊരു ദർ ഇസ് എ വെരി ഫേമസ് ബൈ നിർമ്മ എന്ന് പറയുന്ന ബ്രാൻഡ് കേട്ടില്ലേ? ഭയങ്കര ഫേമസ് സ്റ്റോറി ഉണ്ട്. കർസൻ ഭായ് പട്ടേൽ ഭയങ്കര ഇന്നോവേറ്റീവ് ബിസിനസ് മാനാണ് കർസൻ ഭായ് പട്ടേൽ. കർസൻ ഭായ് പട്ടേൽ ഒരു ഘട്ടത്തിൽ നിർമ്മയുടെ ടൂത്ത് പേസ്റ്റ് ഇറക്കാൻ തീരുമാനിച്ചു. നിർമ്മ എന്ന് പറയുന്ന വാഷിംഗ് പൗഡർ, വാഷിംഗ് സോപ്പ്. അപ്പോൾ നിർമ്മ വാഷിംഗ് സോപ്പും വാഷിംഗ് പൗഡറും ആൾക്കാർ ഭയങ്കരമായിട്ട് വാങ്ങിക്കുന്ന സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ പ്രോഡക്റ്റാണ്. സർഫാണ് അപ്പുറത്ത് നിൽക്കുന്നത്. സർഫ് കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. നിർമ്മ വാങ്ങിക്കാത്ത ആൾക്കാരില്ല. നിർമ്മ ഏത് ഇൻ്റർനാഷണൽ ബ്രാൻഡിനെയും അവർ ഭയങ്കരമായിട്ട് ഇതായി. അപ്പോൾ ആ ഒരു സക്സസിൻ്റെ സമയത്താണ് ഹീ എൻവിഷൻ ടു ബ്രിങ് ഔട്ട് എ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡാണ് നിർമ്മ ടൂത്ത് പേസ്റ്റ് തന്നെ. അപ്പോൾ അങ്ങനെ അതൊരു ഏജൻസീനെ ഏൽപ്പിച്ചപ്പോൾ അതിന് ഭയങ്കര രസമായിട്ടുള്ള കഥയുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ദാറ്റ്സ് റിട്ടൺ ബൈ അംബി പരമേശ്വരൻ്റെ ഒരു പുസ്തകത്തിൽ മറ്റാണ് ഉള്ളത് ഈ കഥ. ഭയങ്കര രസമുള്ള കഥ. അപ്പോൾ എന്താ വെച്ചാൽ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ടൂത്ത് പേസ്റ്റ് ഇറക്കണം എന്ന് പറഞ്ഞ ഏജൻസീനെ വിളിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഇത് എന്ത്? അപ്പോൾ അവർ പറഞ്ഞു ടൂത്ത് പേസ്റ്റ് ഇറക്കിയാൽ അത് ഫെയിലാവും. ഞാൻ നേരത്തെ തിയറിയാണ്, കോൾഗേറ്റിലെ സാനിയെ പോലത്തെ തിയറി. എന്തായാലും ഫെയിലാവുകയുള്ളൂ, ആൾക്കാർ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് കർസൻ ഭായ് സെഡ് ദാറ്റ് നിങ്ങളിത് ട്രൈ ചെയ്യും, നിങ്ങൾ ട്രയൽ നോക്കുക. അങ്ങനെ ഇവർ ട്രയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് ഒരു മുംബൈയിലൊരു സ്ഥലത്ത്, പഴയ ബോംബെ, അവിടുത്തെ ഈ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ഒരു 50% ഒരു സാമ്പിൾ എടുത്തു. ഒരു 100 പേര് എടുത്ത് 50 പേർക്ക് ഇത് നിർമ്മയുടെ ടൂത്ത് പേസ്റ്റാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 50 പേർക്ക് ഇത് ഏതിൻ്റെ ടൂത്ത് പേസ്റ്റാന്ന് പറയാതെ കൊടുത്തു. ബട്ട് അവർ റെസ്പോൺസ് എടുത്തു വന്നപ്പോൾ ദാറ്റ് വാസ് എ ബിഗ് സക്സസ്. നിർമ്മയുടെ എന്ന് അറിഞ്ഞാൽ വരെ ആൾക്കാർ അത് വാങ്ങിക്കുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ദേ ട്രസ്റ്റഡ് നിർമ്മ എന്നുള്ള ബ്രാൻഡ്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏജൻസിക്കാർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങളുടെ ബ്രാൻഡ് സക്സസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റ് ഇറക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സേസ് ദാറ്റ് ഞാൻ ടൂത്ത് പേസ്റ്റ് ഇറക്കുന്നില്ല. അപ്പോൾ ഇവരാകെ അന്തം വിട്ടുപോയി. അപ്പോൾ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിർമ്മ വിൽക്കുന്നു, ഇത് സർഫിൻ്റെ പകുതി വിലയ്ക്ക്. സർഫിൻ്റെ പകുതി വിലയ്ക്ക് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കുന്നതിൻ്റെ പകുതി വിലയ്ക്കെങ്കിലും എനിക്കിത് ഉണ്ടാക്കാൻ പറ്റണം ഈ പ്രോഡക്റ്റ്. അതിന്ന് 1-2 രൂപ കൂട്ടിയിട്ട് എനിക്ക് ഇത് ഈ ഡീലർക്ക് കൊടുക്കും. അയാൾക്ക് ഇത്ര രൂപ. ഈ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണല്ലോ റൂൾ ചെയ്യുന്നത്. കോൾഗേറ്റിൻ്റെ ഒരു പേസ്റ്റിനേക്കാളും കോൾഗേറ്റിന് 10 രൂപയാണെങ്കിൽ ഒരിക്കലും നിർമ്മയുടെ ടൂത്ത് പേസ്റ്റ് 10 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങിക്കില്ല. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? സർഫിൻ്റെ പോലെ അതിനേക്കാളും വില കുറഞ്ഞ പോലെ കോൾഗേറ്റിനേക്കാളും വില കുറഞ്ഞിട്ടു. അപ്പോൾ 5 രൂപയ്ക്ക് നിർമ്മ ടൂത്ത് പേസ്റ്റ് ഉണ്ടാകും. 5 രൂപയ്ക്ക് ടൂത്ത് പേസ്റ്റ് വിൽക്കാൻ പറ്റണമെങ്കിൽ ഈ കർസൻ ഭായ് പട്ടേൽ നിർമ്മയുടെ ടൂത്ത് പേസ്റ്റ് 3 രൂപയ്ക്കെങ്കിലും ഉണ്ടാക്കണം. 3 രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ട് 4 രൂപയ്ക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടർക്കോ ഡീലർക്കോ അതിൻ്റെ മാർക്കറ്റിംഗ് ആൾക്കാർ. അവിടെ നിന്നാണ് അയാൾക്ക് 5 രൂപ. 3 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഡ്രോപ്പ് ദാറ്റ് പ്രോജക്റ്റ്. അപ്പോൾ റീബ്രാൻഡ് ചെയ്യാം, പുതിയ ഏരിയകളിലേക്ക് പോകാം, പക്ഷെ ദറ്റ് സ്റ്റഡി ദ മാർക്കറ്റ്. സത്യത്തിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ആവശ്യമുണ്ടോ, അത് സക്സസ്ഫുൾ ആവും, അത് നമുക്ക് കമേഴ്സ്യലി വയബിൾ ആവുമോ എന്നൊക്കെ നോക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള കഥകൾ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഫ്രം ദ മാർക്കറ്റ്. ഇറ്റ്സ് റീബ്രാൻഡിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. ഇഫ് യു നീഡ് ടു റീബ്രാൻഡ്, ആദ്യത്തെ കാര്യം നിങ്ങൾ എല്ലാവരും റീബ്രാൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ റീബ്രാൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? റീബ്രാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ മാത്രം റീബ്രാൻഡ് ചെയ്യണം. ബ്രാൻഡിങ് നമ്മൾ നേരത്തെ മുതൽ ആദ്യം മുതലേ പറഞ്ഞത് ബ്രാൻഡിങ് ഇൻ ജനറൽ അല്ലെങ്കിൽ ബ്രാൻഡിങ് ആസ് എ ഹോൾ ആണ്. ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ പറയുമ്പോൾ എനിക്കൊന്ന് സാർ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് എ നീഷ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, നാളെ ആ നീഷിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വേറെ പല കാര്യങ്ങളും എനിക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഐ കൻ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ദാറ്റ്. പക്ഷെ അത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ ഫേസ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. ഇന്ന് ഇപ്പം ഞാൻ ഒരു സംഭവത്തിനെ പറ്റി എനിക്ക് ഐ ആം കംഫർട്ടബിൾ ഡൂയിങ് വൺ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കോണ്ടന്റ്. നാളെ അതല്ലാത്ത കുറച്ച്
വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഒക്കെ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഐ വിൽ ഹെസിറ്റേറ്റ്. അപ്പം സാറിന് അങ്ങനത്തെ അതിൽ നിന്ന് അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ? അതിലുണ്ട്. അത് വാട്ട് യു സെഡ് ഈസ് ട്രൂ ടു എൻ എക്സ്റ്റെൻറ്റ്, എസ്പെഷ്യലി പ്ലേസസ് ലൈക്ക് ഇൻസ്റ്റാഗ്രാമിനൊക്കെ. ഇൻസ്റ്റാഗ്രാം പണ്ട് ദൂരദർശൻ ഉണ്ടായിരുന്നു. നമുക്ക് ദൂരദർശൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൂരദർശൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദൂരദർശനിൽ ഇപ്പം ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ ദൂരദർശൻ വീട്ടിൽ വരുമ്പോൾ ടി വിയിൽ ദൂരദർശൻ ഉണ്ട്. അപ്പോൾ ഈ ദൂരദർശനിൽ വാർത്ത ഉണ്ടാവും, ദൂരദർശനിലാണ് ക്രിക്കറ്റിൻ്റെ ലൈവ് ഉണ്ടാവുന്നത്, ദൂരദർശനിലാണ് സിനിമ ഉണ്ടാവുന്നത്, ദൂരദർശനിൽ തന്നെയാണ് മറ്റേ ചിത്രഗീതം, ചിത്രഹാർ എന്നൊക്കെ. ഇതെല്ലാം ഒരു ചാനലിലാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ദൂരദർശനെ കണ്ടിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ എല്ലാം അതിലുണ്ട്. ക്രിക്കറ്റ് കാണാനും സിനിമ കാണാനും വാർത്ത കാണാനും എന്തിനും നമ്മൾ അവിടെയാണ് ചെല്ലുന്നത്. പിന്നെ കാലം ഇങ്ങനെ മാറിയപ്പോൾ നിങ്ങൾക്ക് ക്രിക്കറ്റിന് മാത്രം അല്ലെങ്കിൽ സ്പോർട്സിന് മാത്രം ചാനൽ ഉണ്ടാവുക അല്ലേ, വാർത്തകൾക്ക് മാത്രം ചാനൽ ഉണ്ടാവുന്നു, സംഗീതത്തിന് മാത്രം സൺ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൂര്യ മ്യൂസിക്, എല്ലാത്തിനും ഭക്തിക്ക് ചാനൽ ഉണ്ടാവും, ഭക്തിയിൽ തന്നെ ഓരോ മതത്തിനും ചാനൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നാരോ കാസ്റ്റിംഗ് ആയി തുടങ്ങി. അതുപോലെ അതിൻ്റെ എക്സ്ട്രീം വെർഷൻസ് ആണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ഇഫ് യു ആർ എൻ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്, നിങ്ങളെ കേൾക്കാനായിട്ടുള്ള നിങ്ങളുടെ ഫോളോവേഴ്സ് വരുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ചില ഡീവിയേഷൻസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവാം. പക്ഷേ വെൻ യു സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ്, നിങ്ങളിപ്പോൾ നിങ്ങൾ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ബ്രാൻഡ്സ്, ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഐ ഹാവ് എ സീരീസ് കോൾഡ് ബ്രാൻഡ് ടോക്സ്. ഞാൻ ഒട്ടും റെഗുലർ ആയിട്ടുള്ള ആളല്ല. എനിക്ക് അത്യാവശ്യം ഐ തിങ്ക് 30K മുകളിൽ ഫോളോവേഴ്സ് അതിലുണ്ട്. വലിയ ഫോളോയിങ് എന്നല്ലെങ്കിലും പക്ഷേ ഈ ഒരു ബ്രാൻഡ് പറയുന്ന ഒരാൾക്ക് ഈ ഫോളോവേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. പക്ഷെ ഞാൻ എൻ്റെ പല വീഡിയോസും വേറെ വരും, ഇതൊന്നും ആളുകൾ കാണാറില്ല. അവരാകെ കാണുന്നത് ഞാൻ എപ്പോൾ ബ്രാൻഡ് ടോക്സ് ചെയ്യുന്നു അതാണ്. ബിക്കോസ് അവരെന്നെ ഫോളോ ചെയ്യുന്നത് ദേ നീഡ് എ ടേക്ക് ഔട്ട്. എന്നെ ഫോളോ ചെയ്യുന്നതിന് അവർക്ക് കിട്ടാനുള്ള ഒരു കാര്യമുണ്ട്, അത് ബ്രാൻഡ് ടോക്സ് എന്നല്ല. അപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്നത് ആ കാര്യം കിട്ടാനായിട്ടാണ്, വേറൊരു കാര്യം കിട്ടാനായിട്ട് വേറെ ആൾക്കാരെ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ. ഇൻസ്റ്റാഗ്രാം ഈസ് നോട്ട് ലൈക്ക് ദൂരദർശൻ, അങ്ങനെ വിചാരിച്ചാൽ മതി. ദൂരദർശനെ പോലെ എല്ലാം കൊടുക്കേണ്ട, ഒരേ മറ്റേ പേജിൽ തന്നെ സിനിമയും മറ്റേ ബുക്കും മറ്റേ ആർട്ടും ഒന്നും കൊടുക്കേണ്ട ഒരു പേജല്ല. പിന്നെ എന്താണ്, യു ക്യാൻ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് തിങ്. അവിടെ നിങ്ങളുടെ ഒരു സ്റ്റൈല് നിങ്ങൾ ഫിക്സ് ചെയ്യുക. യു ആർ ഫിക്സിങ് എ സ്റ്റൈൽ. അപ്പം നിങ്ങളുടെ ആ സ്റ്റൈൽ ഇഷ്ടമുള്ളവർ അവിടെ വരുന്നത്. നിങ്ങൾ സിനിമേനെ പറ്റി സംസാരിക്കും, ബുക്സിനെ പറ്റി പക്ഷെ അവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ പറയുന്നതിൻ്റെ രസം. നിങ്ങളൊരു സിനിമേനെ പറ്റി പറയുന്നതിൻ്റെ രസം, നിങ്ങളൊരു പുസ്തകത്തിനെ പറ്റി നിങ്ങളുടെ ഒരു സ്റ്റൈല്, നിങ്ങളെ ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ബ്രാൻഡ് സുഖമായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് പോകുന്നത് ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം അത്, ഇപ്പോൾ ഒരു വീടിൻ്റെ പേജസ് ഉണ്ട് ഇഷ്ടംപോലെ, ആർക്കിടെക്ട്, അത് മുഴുവൻ ഭൂരിഭാഗം ആൾക്കാർ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കായിരിക്കും. അവർക്കാണ് ആ ഇൻഫർമേഷൻ കിട്ടേണ്ടത്, ഏത് ടൈല് വാങ്ങിക്കണം, ഏതാണ് ബാത്റൂം ഫിറ്റിംഗ് നല്ലത്, അവരാണ് അത് ഫോളോ ചെയ്യുക. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഫോളോ ചെയ്തൊന്നും വരെ വരും ചിലപ്പോൾ. എന്താ വെച്ചാൽ കുറേ ആളുകൾ അങ്ങനെയുണ്ട്. ദേ വാണ്ട് ദാറ്റ് എക്സാക്ട് ടേക്ക് ഔട്ട് ഫ്രം, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ. ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് ബ്രാൻഡ്സിനെ പറ്റിയുള്ള കഥകൾ കേൾക്കാൻ, അത് അവരുടെ ബ്രാൻഡിനെ എങ്ങനെ ഗുണം ചെയ്യുന്നു, നമ്മളുടെ വർക്കിംഗ് ടെക്നിക്സ് ആണ്, നമ്മൾ ഭയങ്കര രസമായിട്ട് പറയുന്നു. അപ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്, അതും ഉണ്ടാവും ചിലപ്പോൾ. കുറേ ആളുകൾക്ക് അത് ഇഷ്ടമായിരിക്കും, നമ്മൾ ദ വേ വി എക്സ്പ്ലെയിൻ തിങ്സ് ആണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഡീവിയേറ്റ്. ഇപ്പം എനിക്ക് നല്ല രസമുള്ള അനുഭവം ഉണ്ട്. എൻ്റെ ഓഫീസിൽ there was a boy called ആസ്റ്റിൻ സണ്ണി. ആസ്റ്റിൻ ഭയങ്കര രസമായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ട്യൂട്ടോറിയൽസ് ചെയ്തിരുന്ന ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ മിന്നൽ മുരളിയിലെ ഒരു സ്വൂഷ് പോലെ ഒരു സംഗതി ഉണ്ട്, ഒരു ആളിങ്ങനെ പോകുന്ന ഒരു സാധനം ചെയ്തു, കുറേ ആൾക്കാർ ഫോളോ. ഈവൻ മിന്നൽ മുരളിയുടെ എഡിറ്ററൊക്കെ അതിൽ വന്ന് കമൻറ്റ് ചെയ്തു. വൺ ഫൈൻ ഡേ ഹി വെന്റ് ടു ദുബായ് ഫോർ എ ജോബ്, നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ പോയി. പിന്നെ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ഈ ട്യൂട്ടോറിയൽസേ നിർത്തി പുള്ളി ഈ മെയ്ഡ് ഹിം ഫ്രഷ്, വീണ്ടും റീബ്രാൻഡ് എന്ന് പറയും. ഹി സ്റ്റാർട്ടഡ് ബ്ലോഗിങ് അബൌട്ട് ദുബായ്. ഇപ്പം അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ദുബായിലെ മലയാളി ഇൻഫ്ലുവൻസേഴ്സാണ്. ഹി നെവർ ടോക്സ് അബൌട്ട് ട്യൂട്ടോറിയൽസ്. പുള്ളി രസമായിട്ട് ദുബായിൽ മറ്റേ റോഡിൽ മാരത്തൺ നടന്നതും അവിടെയും ഇവിടെ പള്ളിയിൽ പോയതും, പിന്നെ ഐ വാസ് ഇൻ ദുബായ്, അപ്പം എന്നെ കാണാൻ വന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ പുള്ളി ട്യൂട്ടോറിയലിനെ പറ്റിയിട്ട് ആഫ്റ്റർ എഫക്ട്സിനെ പറ്റി ഡിസൈനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ യു ക്യാൻ റീബ്രാൻഡ് യുവർ സെൽഫ്. പണിയുണ്ട്, പക്ഷെ നടക്കാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ റീബ്രാൻഡിങ് അല്ലാണ്ട് ഇപ്പം ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തൊരു വ്യക്തി, പേഴ്സണൽ ബ്രാൻഡിങ് ഒന്നുമില്ല. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞപ്പോൾ എഗെയിൻ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ നിർമ്മയുടെ കൗസൻ ഭായ് പട്ടേൽ പുള്ളി
പുള്ളിക്ക് അത്യാവശ്യം വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് വാഷിംഗ് പൗഡറിന് ഒരു പേസ്റ്റ് തുടങ്ങുവാണെങ്കിൽ അത് ആൾക്കാർ എന്തായാലും ഫോളോ ചെയ്യും. അതേപോലെ ഒരു ലോയൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുവാണെങ്കിൽ നാളെ ഇപ്പം ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് അവരുടെ മുന്നിൽ പോയാൽ അവർ ചിലപ്പോൾ അത് വാങ്ങും. വി ക്യാൻ നെവർ നോ ഫോർ ഷുവർ, ബട്ട് ദർ ഈസ് എ ചാൻസ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെതായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുവാണെങ്കിൽ നാളെ ഞാൻ അവരുടെ മുമ്പിൽ എന്തും പ്രസന്റ് ചെയ്താൽ ചിലപ്പോൾ അത് അവർ കൺസ്യൂം ചെയ്തായിരിക്കും. മേ ബി ദേ മൈറ്റ് ഈവൻ കം വിത്ത് ഗുഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. സോ അതാണോ ലൈക്ക് ഇസ് ദാറ്റ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ യു ഷുഡ് ഡു പേഴ്സണൽ ബ്രാൻഡിങ്? പേഴ്സണൽ ബ്രാൻഡിങ് ഇതുപോലൊരു മറ്റേ ഈ വൈ എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് യു ഹാവ് ടു ഡിസൈഡ് വെദർ യു ഹാവ് ടു അപ്പിയർ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓർ യുവർ ബ്രാൻഡ് എന്നുള്ള. നിങ്ങൾ കാണുന്ന ഇപ്പോൾ വെർജിൻ റെക്കോർഡ്സിൻ്റെ ബ്രാൻഡ്സ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ കുറേ പേര് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാർ മീൻസ് അവരെ നമ്മളറിയും. നമ്മളറിയാത്ത എത്രയോ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു, നമുക്ക് എത്ര ബിസിനസ്സിൽ ഇതിന് പിന്നിൽ നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട്. കുറേ ആളുകൾ ഞങ്ങളെ കാണണ്ടെന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട്. അത് അവരുടെ ഇഷ്ടം. ഇപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇപ്പോൾ ആനന്ദ് മഹീന്ദ്ര. അപ്പോൾ ആനന്ദ് മഹീന്ദ്രനെ പറ്റി ആനന്ദിൻ്റെ ട്വീറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണ് പുള്ളിയുടെ ട്വീറ്റ്സ്. പുള്ളി ഭയങ്കര രസം. ചിലപ്പോൾ താരൊക്കെ സമ്മാനം കൊടുക്കുന്നു, ചില പുള്ളി റീട്വീറ്റ് ചെയ്യും ചില ഭയങ്കര രസമുള്ള സാധനങ്ങളൊക്കെ. ആനന്ദ് മഹീന്ദ്രനെ പറ്റി തമാശക്ക് പറയുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങൾ വണ്ടി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പുള്ളീനെ ഒന്ന് ഇതിൽ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ആ വണ്ടി ശരിയാക്കിപ്പിച്ചോളും എന്നുള്ളതാണ്. അത്രയും ആക്സസിബിൾ ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. അതേസമയം ചില ആൾക്കാർ നമ്മൾ ആരാന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് ഐ ആസ്ക് യു ദാറ്റ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ലുലു എന്ന് പറഞ്ഞാൽ യൂസഫ് അലി എന്നറിയും. ഇവ കിച്ചൺ റിസേഴ്സിൻ്റെ ഓണേഴ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അത് അവരെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ പുറത്തേക്ക് വരാതിരിക്കാം. ബട്ട് ദേ ആർ ഡൂയിങ് ഗുഡ് ബിസിനസ് എന്നുള്ള സാധനം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടാവും. അല്ലാന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എല്ലാ ബിസിനസ്സുകാരും അവർ പുറത്ത് വരണമെന്നൊന്നുമില്ല അറിയാനായിട്ട്. അറിയുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ ഇൻസ്പയറിങ് സ്റ്റോറീസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഷെഫ് പിള്ളേനെ അറിയുന്നുണ്ടാവും, വേറെ എത്രയോ ആൾക്കാർ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡിസിഷനാണ്. പക്ഷേ വൺസ് യു ഡിസൈഡ് നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യം. അവിടെ യു ഹാവ് ടു ഗോ ഫോർ ഇപ്പം നിങ്ങളുടെ പേര് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ പേരുന്ന് ഇപ്പം എന്നെ സംബന്ധിച്ച് അതിലെനിക്ക് എൻ്റെ അപ്പൻ ഭയങ്കര ഒരു ഗുണം ചെയ്തു തന്നിട്ടുണ്ട്. ഫേവർ ഫ്രാൻസിസ് എന്നാണ് എൻ്റെ പേര്. അത് ഞാൻ ഒരു പെൻ നെയിമായിട്ട് ഇട്ടൊന്നുമില്ല. എൻ്റെ പേര് ഫേവർ ഫ്രാൻസിസ്. അപ്പോൾ ഈ പേര് ഭയങ്കര ഗുണം ചെയ്ത സ്ഥലങ്ങളുണ്ട്. ആൾക്കാരെ ഫേവർ ഫ്രാൻസിസ് ഇസ് ഇറ്റ് യുവർ റിയൽ നെയിം ചോദിക്കും. അത് ഫേവർ, അത് ഭയങ്കര രസമുള്ള പേരാണല്ലോ, ഇറ്റ്സ് റെയർ നെയിം. ചിലപ്പോൾ ഒരാൾ ഇപ്പോൾ എൻ്റെ സ്കൂളിലോ കോളേജിലോ ഞാൻ ഇതുവരെ ജോലി ചെയ്ത സ്ഥലത്ത് നമുക്ക് വേറൊരു ഫേവറിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു നെയിം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഹൗ പീപ്പിൾ ചേഞ്ച് ദെയർ നെയിം. ബ്രാൻഡ് ഗുരു എന്നൊക്കെ പറഞ്ഞൊക്കെ പേര് മാറ്റുന്ന അവരുടെ എന്താ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില ആൾക്കാർ. ഇപ്പോൾ ഇഫ് യു ആർ ഡൂയിങ് എ പേഴ്സണൽ, ഇപ്പോൾ ബി ഗെയിംസിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ ഇഫ് ഇസ് അഖിലിൻ്റെ പേര് ഇപ്പോൾ അഖിൽ മാത്യു എന്നുള്ള പേരിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. വി ഡു ദ വാനിറ്റി സെർച്ച് എന്ന് പറഞ്ഞ സാധനം. എന്താണ് ഗൂഗിളിൽ പോയിട്ട് ഞാൻ ആരാന്ന് സെർച്ച്. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഫേവർ ഫ്രാൻസിസ് ആരാ, ഞാൻ ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കും. ഗൂഗിളിൽ ഫേവർ ഫ്രാൻസിസ് സെർച്ച് ചെയ്ത് എന്താ വരുന്നത്. ഐ ഗെറ്റ് മൈ IMDb പ്രൊഫൈൽസ്. അപ്പോൾ കുറേ ഏകദേശം ആദ്യം തന്നെ ഞാൻ വരും. എൻ്റെ ഒരു സെർച്ചിൻ്റെ ഫസ്റ്റിൽ തന്നെ ഞാൻ വരുന്നുണ്ട്. പക്ഷെ അഖിൽ മാത്യു ചിലപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് അഖിൽ മാത്യു ആയിരിക്കില്ല ഫസ്റ്റ്. ഇപ്പം റാഷിദ് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ മറ്റേ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് പ്ലെയർ ആവും ആദ്യം വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ആദ്യത്തെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാനിറ്റി സെർച്ചിൽ നമ്മൾ ആരാന്നുണ്ടാവുക. അപ്പോൾ അവിടെ നെയിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ അഖിൽ മാത്യു ബി ഗെയിംസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ ബി ഗെയിംസ് ആണ് ചിലപ്പോൾ സെർച്ച് ചെയ്താൽ ആദ്യം വരാൻ പോകുന്ന അഖിലായിരിക്കും, നമ്മളുടെ അഖിൽ തന്നെയായിരിക്കും. അപ്പം ദർ ആർ സോ മെനി ടെക്നിക്സ് ടു ഡു. പിന്നെ നിങ്ങളുടെ ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൗ യു അപ്പിയർ, അല്ലെങ്കിൽ ഹൗ യു വാണ്ട് ടു പൊസിഷൻ. ഒരു ബ്രാൻഡ് പൊസിഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സൊസൈറ്റിയിൽ പൊസിഷൻ ചെയ്യാൻ വിചാരിക്കുന്നത്. ആ ഒരു സാധനം ഉണ്ട്. അത് ആക്ച്വലി എന്താണ്, അത് നിങ്ങളുടെ വേ യു ഡ്രസ്, ദ വേ യു ടോക്ക്, ദ വേ യു കീപ് യുവർ ഹെയർ, അങ്ങനെ കുറേ അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല പറയുന്നത്. നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്സിൽ എന്തൊക്കെയാണ് പറയാൻ കഴിയുക, എവിടെയൊക്കെയാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്, അങ്ങനെ ഈ ഇംപ്രഷൻ മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ബ്രാൻഡിനെ, ഒരു പ്രോഡക്റ്റിനെ, ഒരു സർവീസിനെ ഉണ്ടാക്കിയിരുന്ന പോലെ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ യു മൈറ്റ് ഹവ് സീൻ പീപ്പിൾ വെയറിങ് ബ്ലാക്ക് ഓൾവേസ്, അല്ലെങ്കിൽ ലോങ് ഹെയർ, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഓരോ ഏരിയ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ കോഫി എന്ന് പറയുന്ന സാധനത്തിന് ബ്രൗൺ പറയണ പോലെ തന്നെ ഒരു അഡ്വർടൈസിങ് ഗൈ എന്നൊക്കെ പറയുമ്പോൾ ഹി ക്യാൻ വെയർ എ ട്രൗസർ ഓഫീസിലേക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഹി ക്യാൻ വെയർ ക്രോക്സ് ഓൾവേസ്.
അത് നമ്മൾ സത്യത്തിൽ ഡോക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ക്രോക്സ് ഉപയോഗിക്കാന്ന് പറയുന്നത് സർജറി സമയത്ത്. പക്ഷെ നമ്മൾ കാണുന്ന ക്രിയേറ്റീവ്സിന്റെ ഒരു സാധനമാണ് ക്രോക്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിത് വി വെയർ ടീഷർട്ട്സ് ഭയങ്കര കാഷ്വലി, ഒരു ഫോർമൽ അല്ലാത്ത ഡ്രസ്സുകൾ ഇടുക. ഇതൊക്കെ നമ്മൾ പർപ്പസ്ഫുള്ളി ഇറ്റ്സ് കോൾഡ് പ്രസാറ്റൂര എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കോൺസെപ്റ്റ്. അത് ഒരു എന്താ നമ്മൾ സിമ്പിളായിട്ട് വരിക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഈ സിമ്പിൾ സാധനത്തിന് കാശ് ചിലവൊക്കെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു ഭയങ്കര കാഷ്വലി നരച്ച ജീൻസും ഒരു മറ്റേ കീറിപ്പൊളിഞ്ഞ ഷൂവും മറ്റൊരു പച്ച ടീഷർട്ടൊക്കെ ഇട്ട ആൾ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് ആവും. ബട്ട് യു വിൽ ലുക്ക് വെരി സിമ്പിൾ. അയാളുടെ കോസ്റ്റ്യൂമിൽ ഭയങ്കര കാഷ്വലും ഭയങ്കര കെയർലെസ് ആയിട്ട് ഫീൽ, നാച്ചുറൽ ആയിട്ട് ഫീൽ, നോൺ ചലന്റ് ആയിട്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ എങ്ങനെ, അപ്പൊ നിങ്ങൾ ഇഫ് യു ആർ ഗോയിങ് ഒരു ബിസിനസ് ഇതിൽ പോവുകയാണെങ്കിൽ യു മൈറ്റ് ബി വെയറിങ് എ ബ്ലേസർ അല്ലേ. ഇപ്പൊ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ ആൾക്കാർ നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ ഹൗ യു വാണ്ട് ടു അപ്പിയർ അവിടെ പോയിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത്, അതൊക്കെ ചെയ്യേണ്ട. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ് പോലെ തന്നെ ഇഫ് യു വാണ്ട് ടു ഡു പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ എക്സിക്യൂട്ടീവ് ബിഹേവിയേഴ്സ് ഉണ്ട്. അത് ഏത് സ്ഥലത്താണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത്, അത് നിങ്ങൾ ഈ ഇമെയിൽ കൾച്ചർ ഉണ്ട്, പിന്നെ ഈ അങ്ങനത്തെ എറ്റിക്വറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഓഡിറ്റ് വരും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം. നിങ്ങൾ ഇപ്പൊ ഡോണ്ട് തിങ്ക് ദാറ്റ് പേഴ്സണൽ ബ്രാൻഡിങ് ഇപ്പോഴത്തെ ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിരിക്കുന്നത്, ആൾക്കാർ പേഴ്സണൽ ബ്രാൻഡിങ് അത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണെന്ന് വിചാരിക്കുന്നത്. അതങ്ങനെയല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോ ചെയ്യുന്നു, നിങ്ങൾ കുറേ കാര്യങ്ങൾ, അതല്ല. പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് എ ടോട്ടൽ ഫിനോമിനൻ. നിങ്ങൾ എങ്ങനെ ഒരു പബ്ലിക്കിൽ അപ്പിയർ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ലൈവായിട്ടും ഓഫ്ലൈനായിട്ടും ഇന്ററാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ആകെ കാണുന്നത് ഒരു പേഴ്സണൽ ഒരാൾ അയാളുടെ കുറേ വീഡിയോ നമ്മളിങ്ങനെ, അത് മാത്രമല്ല പേഴ്സണൽ ബ്രാൻഡിങ്. ഇറ്റ്സ് സംതിങ് ബിയോണ്ട് ഓൾ ദി സോഷ്യൽ മീഡിയ ടാക്ടിക്സ്. അത് നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ ചെയ്യണം. പേഴ്സണൽ ബ്രാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ബിസിനസ്. അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ അവിടെയും നമുക്ക് വി ക്യാൻ സ്റ്റേ അനോണിമസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അറിയാതിരിക്കാം, നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ടും ചെയ്യാം, എല്ലാവരും അറിഞ്ഞിട്ടും ചെയ്യാം, അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് അവിടെയാണ് നമ്മൾ സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കുന്നത്. ഇപ്പം കിച്ചൺ ട്രഷേഴ്സ് ആണെങ്കിൽ ആദ്യം എൻ്റെ മൈൻഡിൽ വരുന്നത് മഞ്ജു വാര്യരായിരുന്നു. ബട്ട് മഹീന്ദ്ര എന്ന് പറയുമ്പോൾ ഓണറിന്റെ ട്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ യു ക്യാൻ ഈദർ ബി ദി സെലിബ്രിറ്റി ഫോർ യുവർ ഓൺ ബ്രാൻഡ് ഓർ യു ക്യാൻ ഹയർ. അതെ അത്രേ ഉള്ളൂ. അത് ഇനിവൻ സെലിബ്രിറ്റി വന്നാൽ പോയി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷനാണ്, അല്ലെങ്കിൽ ഞാൻ അഡ്വർടൈസിങ് ചെയ്യുന്നത് ഇറ്റ്സ് മൈ വേ ഓഫ് ഏർണിങ് മൈ ബ്രെഡ്, ഡെയിലി ബ്രെഡ്. ഞാൻ തിയേറ്ററിൽ ചെയ്യുന്നത് എൻ്റെ ഡെയിലി ബ്രെഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതെൻ്റെ പാഷൻ. അത് ഞാൻ ഐ എം കീപ്പിംഗ് ഇറ്റ് എ സീക്രട്ട്. ഞാൻ നാടകം പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അത് എൻ്റെ മറ്റേ അഡ്വർടൈസിങ്ങുമായിട്ട് ആയിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല. അതെൻ്റെ ഇഷ്ടമാണ്. അത് ഞാൻ ചിലപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ അതായിരിക്കും എൻ്റെ ഒരു മേജറായിട്ട് വരിക, ഇത് ചെറുതായി പോവാം. അപ്പൊ അവിടെ ആയിരിക്കും നമ്മളെ പൊസിഷൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇപ്പൊ ആസ് യു നോ ദാറ്റ് ഇപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോ ഞാനൊരു ആക്ടറാന്ന് ഇവിടെ ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയില്ല. ഞാനത് പറഞ്ഞിട്ടുമില്ല പ്രൊഫൈലിൽ. അപ്പൊ പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നെ ആക്ടറായിട്ട് പൊസിഷൻ ചെയ്യണമെങ്കിൽ ഞാൻ അത് കൃത്യം എനിക്ക് തന്നെ ഞാനൊരു ആക്ടറാന്ന് തോന്നിയ മാത്രമാണ്, അന്ന് മാത്രമേ ഞാൻ എന്നെ ആക്ടർ എന്ന് പറയുള്ളൂ. അതുവരെ ഞാൻ ആക്ടർ അല്ല. അവിടെ ഞാൻ ഡിസൈഡ് ചെയ്യണം ഞാൻ ആക്ടർ ആയിട്ടാണോ പബ്ലിക്കിന് അപ്പിയർ ചെയ്യേണ്ടത്, അതോ ഞാനൊരു ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ടാണോ വർക്ക്. ആസ് സംബഡി ഹൂ ഈസ് ഇൻ ഹിസ് 20s, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ ഇറ്റ്സ് ദിസ് പൂൾ ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പം അവരുടെ ലൈഫ് ഷോക്കേസ് ചെയ്യുന്നു, അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഷോക്കേസ് ചെയ്യുന്നു. സോ നമ്മൾ ഈ 20s കടന്നു പോകുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക്, യൂത്തന്മാർക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, അതായത് നമ്മൾ എവിടെയും എത്തിയില്ല, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്, നമ്മൾ ലൈഫിൽ ഒരുപാട് പുറകോട്ടാണ് എന്ന്. ആൻഡ് ആസ് സംബഡി ഹു ഈസ് 52 years old, who is doing a lot of creative things, whose mind is rich and young, സാറിനെന്താ നമ്മുടെ അടുത്ത് പറയാനുള്ളത്? ലൈക്ക് ഇറ്റ്സ് സിമ്പിൾ അഡ്വൈസ്. നിങ്ങൾ 20s ഞാൻ പറഞ്ഞത് ഇത് ഫോർ ദ ക്രിയേറ്റീവ് ഗൈസ് ഞാനൊരു കാര്യം പറയാം. അത് നിങ്ങൾ 20s-ലാണെങ്കിലും 30s-ലാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് കീപ്സ് യു യങ്, ദാറ്റ് കീപ്സ് യു ഗോയിങ്, ദാറ്റ് കീപ്സ് യു ടിക്കിങ് എന്നാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തമാശക്ക് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വെൻ വി ഡു എ വീഡിയോ, ഈവൻ വലിയ ആഡ് ഫിലിം അല്ലേ, നമ്മൾ പറയാൻ പാടില്ല പുറത്തേക്ക്, ഒരു വലിയ ആഡ് ഫിലിം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് അറിയില്ല. ഇപ്പം ഞാനൊരു ഫിലിം ഷൂട്ട് ചെയ്തു, ആ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ വരാത്തൊരു ഷോട്ട് അതിലുണ്ട്.
അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ, അപ്പം എനിക്കതിങ്ങനെ അറിയാം ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെ വെക്കണം. പക്ഷെ ആ ഷോട്ട് നമുക്ക് അതിൽ ഉപയോഗിക്കേണ്ടി വരും. ആ ഉപയോഗിക്കുന്ന ഷോട്ട് ഉണ്ടല്ലോ, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോട്ട്, നമ്മുടെ ഒരു മിസ്റ്റേക്ക്, അതാണ് നമ്മളെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് എന്ന് കാണുമ്പോഴും ഇത് നമ്മുടെ മനസ്സിൽ ഒരാൾ കത്തിയെടുത്ത് കുത്തുന്ന പോലെ. അപ്പൊ അടുത്തതിൽ ഇത് ഉണ്ടാവരുത് എന്നുള്ളത്. അത് നിങ്ങൾ ആലോചിച്ച് 100% നമ്മൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഉണ്ടാവണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആവരുത്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ചിന്ത മാത്രമാണ്. പെർഫെക്റ്റ് ആണ് നമ്മളുടെ ഒരു മിസ്റ്റേക്ക്, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി ചെയ്യായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നന്നാക്കായിരുന്നു എന്നുള്ള ആ തോന്നലാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതില് നമ്മൾ എല്ലാം ഇപ്പൊ 20ാമത്തെ വയസ്സിൽ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ 21ാമത്തെ വയസ്സിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതാണ്. അപ്പൊ ആ തെറ്റുകൾ ഉണ്ടാവട്ടെ, അവിടെ നിന്നാണ് നിങ്ങൾ ലേൺ ചെയ്യുന്നത്. അതിലൊരു തെറ്റുമില്ല. എന്താണെങ്കിലും നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ, അല്ലെങ്കിൽ ഇവിടെ ആർട്ട് ഡയറക്ടറും ക്രിയേറ്റീവ് ഡയറക്ടറുടെ ഒക്കെ ചെന്നിട്ട് അയാൾ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്തൊരു ഡിസൈൻ റീവിസിറ്റ് ചെയ്യാൻ പറയും നമ്മൾ. വെൻ വി ആർ സ്റ്റുഡൻസ് ടു ഡു ദാറ്റ്, ട്രെയിനിങ് ചെയ്യുമ്പോൾ ഏജൻസിയിലൊക്കെ പോയിട്ട് നിങ്ങൾ ഏജൻസി കരിയർ തുടങ്ങുമ്പോൾ ചെയ്ത ഡിസൈൻ ഒരു നാണക്കേടായിട്ട് സാറ് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കും. വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇവോൾവ് ചെയ്തേക്കുക. അത് കാണുമ്പോൾ അയ്യേ ഇത് ഞാൻ ചെയ്തതാ, അത്ര മോശം വർക്കായിട്ടൊക്കെ തോന്നും. ബിക്കോസ് അവിടെ നിന്നാണ് അയാൾ നന്നാവുന്നത്. ഇനി ഇതിന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ അവൻ ഇതേ വർക്ക് പറയും. ഇപ്പൊ നല്ല വർക്ക് എന്ന് പറയുന്ന സാധനം അയ്യോ ഇതാണ് ഞാൻ ഈ ചെയ്തു വെച്ചെന്ന്. അപ്പോൾ ദാറ്റ് കീപ്സ് യു ടിക്കിങ്. ശരിക്കും നിങ്ങൾ ഇങ്ങനെ മോറായിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകും. അവിടെ ഇത്രയേ ഉള്ളൂ ഉപദേശം. നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാണ്ടിരിക്കുക എന്നുള്ളത്. ഇംപെർഫെക്റ്റ് ആവുന്നവർക്കാണ് ആ പെർഫെക്ഷനിലേക്കുള്ള വഴിയുള്ളൂ. പെർഫെക്റ്റ് ആയവർക്ക് പിന്നെ വഴി അടഞ്ഞു പോയില്ലോ. അപ്പോൾ ദാറ്റ്സ് മൈ ഇത് അഡ്വൈസ് ഒന്നുമല്ല. ഞാനിപ്പോഴും എനിക്ക് തോന്നും ഇപ്പോൾ ഒരു മിസ്റ്റേക്ക്, ഇപ്പോൾ റീസെൻ്റ്ലി ഐ സ്കിപ്ഡ് എ ഡയലോഗ്. ആ സമയത്ത് എനിക്ക് എടുക്കണം തോന്നിയില്ല അത്. പക്ഷെ വെൻ ദ ഫൈനൽ ഔട്ട് കെയിം, അയ്യോ അന്ന് ആ ഡയലോഗ് എടുക്കായിരുന്നു അത് തോന്നും. ആ തോന്നൽ എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്തതിൽ ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് സ്കിപ്പ് ചെയ്യില്ല. ആ സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാവില്ല. ഇത് എൻ്റെ ഉള്ളിൽ നടന്നൊരു കോൺഫ്ലിക്റ്റ് ആണ് ഷൂട്ട് ചെയ്യുമ്പോൾ. ഇത് പുറത്തേക്ക് കാണുന്ന ഒരു വ്യൂവർക്ക് പോലും ഈ പ്രശ്നം മനസ്സിലാവില്ല. പക്ഷെ ഞാൻ എന്നാ ഫിലിം കാണുമ്പോഴും അതെന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ ആ ഡയലോഗ്, ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ ആ ഡയലോഗ് മനസ്സിൽ പറയും. ഞാൻ പറഞ്ഞിട്ടില്ല. ഐ തിങ്ക് എവറി ക്രിയേറ്റീവ് പേഴ്സൺ ഗോസ് ത്രൂ ദാറ്റ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് മൈക്കൽ ജാക്സന്റെ ആദ്യത്തെ ബില്ലി ജീന്റെ പെർഫോമൻസ്, ലൈവ് പെർഫോമൻസ്, ആദ്യമായിട്ട് മൂൺ വർക്ക് കാണിച്ച പെർഫോമൻസ് ലോകം എമ്പാടും എല്ലാവർക്കും ഇഷ്ടമായി. ഐ മീൻ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം എവറിബഡി സോ ഹിം ഡു ദ മൂൺ വർക്ക്. പക്ഷെ പുള്ളി അന്ന് ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജ് പോയി കരയായിരുന്നു. ബിക്കോസ് പുള്ളിയുടെ ഇമാജിനേഷനിൽ പുള്ളി വേണ്ടത്ര കാര്യങ്ങൾ. അതാണ് നമ്മൾ പെർഫെക്റ്റ് ആയെന്ന് കാണുന്ന സാധനങ്ങളുടെയൊക്കെ എത്രയോ അപ്പുറത്തേക്ക് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അതാണ് പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പെർഫെക്ഷൻ അച്ചീവ് ചെയ്താൽ തന്നെ ദ പബ്ലിക് ഈസ് ഹാപ്പി. പക്ഷെ ക്രിയേറ്റർ മസ്റ്റ് നെവർ അങ്ങനെ വിചാരിക്കരുത്. അയാൾ ഹാപ്പി ആവരുത്. അയാൾ എപ്പോഴും അൺറെസ്റ്റ് ആയിരിക്കണം, അൺഹാപ്പി ആയിരിക്കണം. അപ്പോഴാണ് അയാൾക്ക് അതിൽ മുകളിൽ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ഒരു ഹാപ്പി ക്രിയേറ്റർ, കോണ്ടന്റ് എന്ന് പറയുന്നത് കോണ്ടന്റിന്റെ സെൻസ് ആയിട്ട് ഇങ്ങനെ സമാധാനമായിട്ടുള്ള ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന അയാള് ഒരിക്കലും പിന്നെ മുന്നോട്ട് പോവില്ല. അയാള് സന്തോഷം സമാധാനം എല്ലാവർക്കും വേണം, ബട്ട് നോട്ട് ഫോർ ദ ക്രിയേറ്റേഴ്സ് എന്ന് പറയും ഞാനത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ല അവിടെ. സോ റെസ്റ്റ്ലെസ്നെസ് ഈസ് ഗുഡ്. അതെ അത് വേണം. ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് സീക്രട്സ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. ദർ ആർ സോ മെനി മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ദാറ്റ് മേക്സ് യു വിൻ അങ്ങനെ പറഞ്ഞ് ഓരോ അതൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനത്. നോബഡി എൽസ് കുഡ്. നമ്മൾ വേണമെന്ന് വിചാരിച്ചാലേ നമ്മൾ പറയില്ലേ ഒരു കുതിരേനെ യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു വാട്ടർ ബട്ട് കൻ നെവർ മേക്ക് ഹിം ഡ്രിങ്ക് എന്ന് പറയുന്നതാണ്. അത് കുതിര വെള്ളം കുടിക്കുന്ന കുതിരേനെ വിചാരിക്കണം. നമ്മൾ വിചാരിച്ച പോലെ അത് വായിൽ കുത്തി കയറ്റിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ദാറ്റ്സ് എ വേ തിങ്സ് വർക്ക് ക്രിയേറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അൺറെസ്റ്റ് എന്നൊക്കെയാണല്ലോ ആർട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ പോയട്രി ഉണ്ടാവുന്നത് ഈ അൺറെസ്റ്റ് നിന്നാണ്. ആർട്ട് ഉണ്ടാവുന്നത്, പെയിൻറ്റിങ്സ്, ഫിലിംസ് ഉണ്ടാവുന്നത്. അത് ഒരിക്കലും ഇപ്പോൾ ഈവൻ ദ ന്യൂസ് ഈസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ന്യൂസ് എന്ന് പറയുന്നത് വെൻ ദ സ്റ്റാറ്റസ് കോ ഈസ് ബ്രോക്കൺ, നിങ്ങൾ ഒരു ഇക്വിലിബ്രിയം തകരുമ്പോഴാണ് വാർത്ത ഉണ്ടാവുന്നത് അല്ലേ. ഒരു സ്കൂള് എല്ലാ ദിവസവും ഭംഗിയായി നടന്നു, ഇന്ന് സ്കൂൾ വൃത്തിയായി കാലത്ത് 9 തൊട്ട് 3:30 വരെ നടന്നു എന്ന് ആരും വാർത്തയിൽ എഴുതാറില്ലല്ലോ. ആ സ്കൂളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴുമ്പോഴാണല്ലോ അത് വാർത്തയാവുന്നത്. അതുപോലെ
വെൻ യു ബ്രേക്ക് ദറ്റ് ഇക്വിലിബ്രിയം, ഒരു ആർട്ട് ഒരു ഇക്വിലിബ്രിയത്തിന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അതിന് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവുക, അതിന് നിങ്ങളുടെ ഒരു റിവോൾട്ട് ഉണ്ടാവുന്നത്. പോയട്രി ആണെങ്കിലും അതെ, അത് ആ ഒരു സാധനം. ഇപ്പം ഞാനതിൽ എൻ്റെ പേഴ്സണലി യു ക്യാൻ ടേക്ക് ദിസ് ആസ് മൈ ഇതിൻ്റെ ഒരു എന്നോട്ട് പോലെ, എൻ്റെ ആസ് ഐ ടോൾഡ് യു മൈ ഫാദർ വാസ് എ പോയറ്റ്. പുള്ളി എഴുതിയ പോയമാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ KLF-ലൊക്കെ ഞങ്ങളുടെ ടീഷർട്ടിൻ്റെ പിന്നിൽ പ്രിന്റ് ചെയ്ത് വെച്ചത്. ദാറ്റ്സ് എ വെരി സിമ്പിൾ പോയം. ദാറ്റ് കീപ്സ് മീ ഗോയിങ് എപ്പോഴും. അതെന്താണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തോന്നുകയാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നില്ല, എങ്ങനെ അതല്ലേ അതെ ക്വസ്റ്റ്യൻ. അപ്പം ആ പോയം ഗോസ് ലൈക്ക് ദിസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുൾമുറ്റും രാത്രിയുടെ കിടിവെട്ടും മഴയും അലമാലകളാൽ ചീറിപ്പുളയുന്നൊരു പുഴയും എൻ കരമോ കുഴയും ഞാൻ എന്നാലും തുഴയും എന്നാണ്. എന്താണെങ്കിലും ആലോചിച്ചു, ഇരുൾമുറ്റും രാത്രി, ഇരുട്ട് പിടിച്ച രാത്രി, അലമാലകളാൽ ചീറിപ്പുഴ, ഭയങ്കര അൺറസ്റ്റ് ആയിട്ടുള്ളൊരു റിവർ, അതിൻ്റെ ഉള്ളിൽ ഞാൻ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുക, എൻ കരമോ കുഴയും, എനിക്ക് ക്ഷീണം, എൻ്റെ കൈയൊക്കെ കഴിച്ചു, എന്നാലും ഞാൻ തുഴയും എന്നാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് പോയം, ആ പോയമാണ് എന്നെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനത് എപ്പോഴും എല്ലാവരോടും പറയുന്നത്. നമുക്ക് റൈറ്റേഴ്സ് ബ്ലോക്കുകൾ ഉണ്ടാവാം, പേഴ്സണൽ ഡിപ്രഷനിൽ കൂടെ പോയി വരും, എന്നാലും നമ്മൾ തുഴയും എന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഓൺലി തിങ് വി ക്യാൻ ഡു എന്നാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അപ്പം സാർ ഒരുപാട് താങ്ക് യു. ഐ മീൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പഠിച്ച പോലെ ഒരു ഫീലിംഗ്. നമ്മൾ ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് പെട്ടെന്ന് പുസ്തകമൊക്കെ നോക്കി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നോക്കാൻ, അതേപോലത്തെ ഒരു ഫീൽ, ഐ മീൻ അതിനെക്കാട്ടി ഒരു മികച്ച ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് പെർസ്പെക്റ്റീവ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ മൈസെൽഫ്, ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന്. ലൈക്ക് വെൻ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ടെൽ മൈസെൽഫ് ഇസ് എനിക്കൊന്നും അറിയില്ല. ആൻഡ് ആ ഒരു അപ്രോച്ച് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് അല്ലെ എൻ്റെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് സാറിനെ അത് പ്രൂവ് ചെയ്തും ചെയ്തത്. എനിക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. സോ റിയലി ഗ്രേറ്റ്ഫുൾ. Thank you. And I hope that the audience will also learn a lot from you. So thank you, sir. It was a pleasure. Thank you.